ഹലോ അച്ഛാ, നിങ്ങൾ പൊക്കോളൂ, ഞാൻ വന്നേക്കാം. ശരിടി. അച്ഛാ കോളേജിൽ കയറാൻ സമയായി, അകത്തേക്ക് എടാ നിനക്ക് നോക്കിയും കണ്ടു പോയിക്കൂടെ? നിനക്ക് നോക്കിയും കണ്ട് നടന്നുകൂടായിരുന്നോ? ചവിട്ട് നിന്റെ ചങ്ക് പൊടിച്ചോളേ ഞങ്ങള്. റൗഡിസം കാണിക്കല്ലേ? ചോദിക്കാനും പറയാൻ ആരും ഇല്ലെന്ന് വിചാരിച്ചല്ലേ? നിനക്കെന്തെങ്കിലും പറ്റിയാലേ നിന്റെ കൂട്ടുകാരെല്ലാരും വരും. ഇവക്ക് എന്തെങ്കിലും പറ്റിയാ ആരും വരില്ലെന്ന് കരുതിയല്ലേ? എടാ, ഈ മുട്ടിയും തട്ടിട്ട് പോകുന്ന കാലം ഉണ്ടല്ലോ, അതെല്ലാം പോയി അറിയോ? ഇടിച്ചുണ്ടല്ലോ നിന്റെ ഷേപ്പ് മാറ്റിക്കളയും. നിന്നെ ഉണ്ടല്ലോ ഉരുട്ടിയരച്ച് വെണ്ണയാക്കും. നോക്കിയും കണ്ട് നടന്നാ കൊള്ളാം. നീ എന്റെ നെഞ്ചില് ചവിട്ടിയല്ലേടി. ഞങ്ങൾ നിന്നെയൊക്കെ സുഖിപ്പിക്കാൻ വേണ്ടി വന്നതാടി ഇവിടെ. നീ ഇപ്പൊ ഒന്ന് വിളിച്ചു നോക്ക്, ഈ കോളേജിലെ പെമ്പിള്ളേർക്ക് വരുമോന്നറിയാവല്ലോ. വാടി, വരാൻ പറഞ്ഞില്ലേ? ലീഡർ എവിടെ? ഹെടി വിട്ടേക്കാവും, പോയി കാണാം, അവന്റെ പുറം പോണ്ട. മാം എങ്ങനെ അറിഞ്ഞു കഴിഞ്ഞ? ആരെങ്കിലും പറഞ്ഞാലല്ലേ അറിയുള്ളൂ. വാടി, റിഹേഴ്സലിന് പോവാം. കോർപ്പറേഷൻ ഒന്നും നോക്കത്തില്ലേ ഇത്? എന്തൊരു നാറ്റം, നടക്കാൻ പറ്റത്തില്ല സിറ്റി കൂടെ. ഇത് വൃത്തിയാക്കാൻ ആർക്കെങ്കിലും ഒന്ന് ഫോൺ ചെയ്യും. ഇത് കണ്ടോ, ഒരു ഡെഡ് ബോഡി. ഒരു സാധാരണ ഡെഡ് ബോഡിക്ക് വേണ്ടി ഞങ്ങളെയൊക്കെയാണോ വിളിക്കേണ്ടത്?
നിങ്ങൾ എന്താ നോക്കി നിൽക്കുന്നേ? വേഗം ആംബുലൻസ് വിളിക്കാൻ നോക്കുന്നേ. ഒന്ന് വേഗം പോവാൻ നോക്ക്. എന്തൊരു നാറ്റവാ, സഹിക്കാൻ പറ്റുന്നില്ല. സാർ, പേപ്പറിൽ ആഡ് കൊടുത്തിട്ട് ഒരാഴ്ച കഴിഞ്ഞു സാർ. ആരും വരാത്ത കൊണ്ട് ആ ബോഡി ദഹിപ്പിച്ച് കളഞ്ഞു സാർ. ഫയൽ അങ്ങ് ക്ലോസ് ചെയ്തല്ലേ സാർ? ഇത് കേട്ടോളൂ, ഇതുപോലെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കൊലപാതകം കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഒരു സാക്ഷിയെ പോലും കിട്ടുകയുമില്ല. മനസ്സിലായോ? ഈ നാട്ടിൽ ഇങ്ങനെ ക്രൈം കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ, ഒരിക്കലും കുറയുകയില്ല. ഇത് നമ്മൾ CBIക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ആരാ ഇവിടെ ഉള്ളത് ടഫ് ആൻഡ് ഇന്റലിജന്റ് ഓഫീസറായിട്ട്? ഒരാളുണ്ട് സാറേ, പക്ഷെ അവൻ ഇടയ്ക്കിടയ്ക്ക് കീർക്കുണ്ടാവും. ചിലർ അവനെ കണ്ടാൽ തന്നെ പേടിയാവും. അയാളോട് വേഗം വരാൻ പറയേ. 6 മാസമായിട്ട് അയാൾ സസ്പെൻഡിലാണ് സാർ. അതെന്തിനാ? അത് ഏതോ ഒരു കേസിൽ DCP കറക്റ്റായിട്ട് ഇൻഫർമേഷൻ കൊടുക്കാഞ്ഞത് കൊണ്ട് അയാൾക്കാണ് സാർ ശരിക്കും പണി കിട്ടിയത്. എടോ, അയാളോട് ഇപ്പൊ തന്നെ വരാൻ പറ. ഓക്കെ സാർ. കത്തിയെടുത്ത് സ്റ്റൈല് കാണിച്ച് ആക്രമിക്കാൻ വരുമ്പോ ഓലൊക്കെ എടുത്തിട്ട് തലക്കടിച്ച് കണ്ടം വഴി ഓടിക്കുന്ന പെണ്ണുങ്ങളാണ് ഞങ്ങള്. അങ്ങനെയുള്ള ഈ പെണ്ണിനെയാണോ റേപ്പ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത്? മാത്രമല്ല, ഞാനിപ്പോ നല്ല വെള്ളത്തിലാ. ഞാൻ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഇടയ്ക്ക് കയറുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. സംസാരം കഴിഞ്ഞതിന് ശേഷം റേപ്പ്. ഓക്കെ? പൊറുക്കി പിള്ളാരെ, വെള്ളം അടിച്ചപ്പോഴാണോടാ റേപ്പ് ചെയ്യാൻ മൂഡ് വന്നത്? 10 പേരാണോ റേപ്പ് ചെയ്യാൻ ഇറങ്ങി തിരിച്ച്? എന്റെ അമ്മോ! വാടാ, നിങ്ങളുടെ ആഗ്രഹം തന്നെ നടക്കട്ടെ. നിക്കടാ മക്കളെ. ഇപ്പം വാ.
എന്തായിടോ കാര്യങ്ങള്? ബെല്ല് ശരിക്കും അടിക്കുന്നുണ്ട് സാറേ, പക്ഷെ ഫോൺ എടുക്കുന്നില്ല. എടാ ചെറുക്ക, എന്റെ ഫോൺ എവിടെ? Where is my phone? എവിടുന്നോ ബെല്ലടിക്കുന്ന ശബ്ദം വരുന്നുണ്ടല്ലോ. എവിടെ എന്റെ ഫോൺ? മാഡം നമസ്കാരമുണ്ട് മാഡം. ഓം നമ ശിവായ, ഓം നമ ശിവായ. അതെ മാഡം, ഞാൻ പരമേശ്വരനാ മാഡം. ലോണിന് വേണ്ടിയാ വിളിക്കുന്നെങ്കിൽ എനിക്ക് ക്രെഡിറ്റ് കാർഡ് വേണ്ടേ വേണ്ട. എന്റെ ശരീരത്തിനും വണ്ടിക്കും ഇൻഷുറൻസ് ഉണ്ട്. ഞാൻ പോസ്റ്റ് പെയ്ഡ് യൂസ് ചെയ്യാറില്ല. എനിക്ക് പ്രീപെയ്ഡ് മാത്രം മതി. മാരേജ് ബ്രോക്കേഴ്സ് സ്റ്റേ അവേ. മാഡം, ഞാൻ SI പരമേശ്വരനാ സംസാരിക്കുന്നത്. ഓ, വാള് വെക്കുന്ന പരമേശ്വരൻ. അതെ മാഡം. എന്തിനാ വിളിച്ച്? മാഡം ഇപ്പൊ തന്നെ കമ്മീഷൻ ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു മാഡം. IG സാറാ വേഗം വരാൻ പറഞ്ഞത്. ഞാനേ ഇപ്പോഴുള്ള മൂഡിൽ അങ്ങോട്ട് വന്ന നിങ്ങളുടെ IG സാറിന്റെ ഷേപ്പ് അടിച്ച് മാറ്റും. ഒരു 1/2 മണിക്കൂർ സമയം താ, ഞാൻ വന്നേക്കാം. മാഡം അങ്ങനൊന്നും നടക്കില്ല. മാഡം വരണം, വേഗം വരണം മാഡം. ഡിപ്ലോമ കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് പഠിക്കുന്നത് എങ്ങനെയാണോ അങ്ങനെയാണ് മരിച്ചു കഴിഞ്ഞ് കർമ്മം നടത്തുന്നത്. വലിയ പ്രയോജനമുള്ള കേസൊന്നും അല്ലെന്നേ, ജസ്റ്റ് ഒരു ആത്മശാന്തിക്ക് വേണ്ടി. പരമേശ്വര, ഞാൻ വന്നേക്കാം. സർ, നിങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം ഒന്ന് കാണണം സർ. ചുമ്മാ ഇരിക്കണേ. ആ ചത്തത് കണ്ടപ്പോഴേ തിന്നതെല്ലാം പുറത്തേക്കാ വന്നത്. നിങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നെങ്ങാനും കണ്ടിരുന്നെങ്കിലുണ്ടല്ലോ, കുടലെല്ലാം പുറത്തു വന്നനെ. അയ്യോ, സഹിക്കാൻ പറ്റത്തില്ല, എന്തൊരു കഷ്ടമായത്. അത് പോട്ടെ, നിങ്ങളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്താ പറയുന്നത്? കൺഫേം മർഡർ ആണ് സാർ. ബോഡി കണ്ടിട്ട് തിരുനെറ്റിക്കിട്ട് ആരോ കത്തി എടുത്ത് വെട്ടിയതുപോലെ ഉണ്ട് സാറേ. ഒരൊറ്റ വെട്ടിനുണ്ടല്ലോ, ആ കത്തി തലയ്ക്കകത്ത് കയറിപ്പോയി. വെട്ടിയവനാളൊരു പുലി തന്നെയാ. പറഞ്ഞിട്ട് എന്താ കാര്യം? ചത്തത് ആരാണെന്ന് നമുക്ക് അറിയണ്ടേ? മുഖമൊട്ടും വ്യക്തമല്ലാന്ന്. ശവശരീരം എല്ലാം പുഴു അരിച്ചിട്ട് ഇത് ആരാണ് എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. കരിഞ്ഞ ശരീരമായതുകൊണ്ട് എങ്ങനെ കണ്ടുപിടിക്കാനാ? മുഖം കണ്ടുപിടിച്ചാലേ പറ്റുള്ളൂ കാര്യങ്ങള്. ഇത് നടക്കുന്ന കാര്യമല്ല സാറേ. ആ വെട്ടിവിന്റെ ഒരു സ്റ്റൈല് കണ്ടിട്ട് അവൻ മമ്മൂട്ടിയുടെ ഒരു ഫാനാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. കൊല നടന്ന സ്ഥലത്തു നിന്ന് തന്നെ ബോഡി കിട്ടിയെന്ന് പേപ്പറിൽ ഒരു ന്യൂസ് കൊടുക്കുക സാറേ. ആരുടെയെങ്കിലും മകനെ കാണാതെ പോയിന്നും പറഞ്ഞ് ന്യൂസ് കൊടുത്താൽ മതി, ഒരുപക്ഷെ വരാൻ സാധ്യതയുണ്ട്. വന്നാലും അതെങ്ങനാ സാറേ കണ്ടുപിടിക്കുന്നത്? 9 മിനിറ്റ് എൻജോയ് ചെയ്യുന്നത് ആണുങ്ങള്, 9 മാസം ചുമക്കുന്നത് പെണ്ണുങ്ങള്. കുഞ്ഞിനെ നഷ്ടപ്പെട്ട അമ്മയ്ക്കറിയാം അതിന്റെ വേദന എന്താന്ന്. ഞാൻ പറഞ്ഞ പോലെ ചെയ്യാൻ നോക്ക്. ശരി സാറേ. 25 വയസ്സുള്ള ഒരു യുവാവിന്റെ ശരീരം കണ്ടെടുത്തിരിക്കുന്നു. ആരാണ് കൊന്നതെന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കണ്ടുപിടിക്കുമെന്നാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഒരാള് ഈ ശവശരീരത്തിന്റെ അടയാളം കണ്ടുപിടിച്ച് ദയവ് ചെയ്ത് എടുത്തുകൊണ്ട് പോണമെന്ന് അറിയിച്ചിരിക്കുന്നു. വിലാസം KC ജനറൽ ഹോസ്പിറ്റൽ, മല്ലേശ്വരം പോലീസ് സ്റ്റേഷൻ, തിരുവഞ്ചൂർ. മൊബൈൽ നമ്പർ 9942365210. നിന്റെ മനസ്സിൽ എന്താടി മോളെ ഒരു വിഷമം? ഡെഡ് ബോഡി അച്ഛാ. ആരുടെയാ? അതെ, എന്താ രാവിലെ അച്ഛനും മോള് ശവശരീരത്തിനെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുന്നത്? ഞാനല്ല അമ്മേ, ഈ അച്ഛനാ ചുമ്മാ കിടന്ന് പറയുന്നേ. ഇല്ല, ഞാൻ അവളോട് ചോദിച്ചിട്ടില്ല, അവള് വെറുതെ കിടന്ന് പറഞ്ഞോണ്ടിരിക്കുക. എന്റെ അച്ഛന് വേണോ ആദ്യം നെല്ലിക്കത്തളം വെക്കാൻ? വാടി ഇങ്ങോട്ട്. ഹായ് മടിച്ചിക്കോതെ, നീ എന്ത് ചെയ്തോണ്ടിരിക്കടി കാഡ്ബറി? എന്ത് ചെയ്യാനാ, ചുമ്മാ തുണി അയൺ ചെയ്യായിരുന്നു. 50 ദിവസം എങ്ങനെ കഴിച്ചു കൂട്ടുമെന്ന് പറഞ്ഞ് ഞാൻ ഇരിക്കുക. എന്റെ മോളെ, കോളേജ് എപ്പോ തുറക്കുവോ? എനിക്ക് ആകെ ബോറടിക്കുക മോളെ. 2 വർഷത്തിനിടയ്ക്ക് 2 പ്രാവശ്യം നാട്ടിൽ പോകുന്നുള്ളൂ. ചുമ്മാ എൻജോയ് ചെയ്യടി. സ്റ്റഡീസ് കഴിഞ്ഞാൽ എന്തായാലും ബാംഗ്ലൂരിൽ തന്നെ ജോലി ചെയ്യേണ്ടി വരില്ലേ? ആ പറഞ്ഞത് ശരിയാ. ഞാനിപ്പോ പൂജയെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി കോൺഫറൻസ് കാളില് സംസാരിക്കാമെന്ന് ഞാൻ നോക്കട്ടെ കേട്ടോ. കോൾ എടുക്കാൻ മറക്കല്ലേ നീ കേട്ടോ. ഓക്കെ, ബൈ ഡി. ഓക്കെ, ബൈ, ടേക്ക് കെയർ. അവസാന നിമിഷം സംസാരിക്കാൻ എന്നെ വിളിച്ചു. ഞാൻ വന്നു. നീ എന്നോട് സംസാരിച്ചില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാ? ഞാൻ വെറുതെ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് പോണം. മേഘ, നീ ഒന്ന് നിന്നെവിടെ? സംസാരിച്ചല്ല അവസാനിപ്പിക്കുന്നതിന് മുമ്പ് സംസാരിക്കാതെ തന്നെ നമുക്ക് വെറുതെ അവരൊന്നും സംസാരിക്കണ്ട. നമുക്ക് രണ്ടുപേർക്കും സെറ്റാകാത്ത സ്ഥിതിക്ക് നീ എന്തൊക്കെ സംസാരിച്ചാലും അതൊക്കെ വേസ്റ്റാ. നമ്മൾ രണ്ടുപേരും സ്നേഹിച്ചെന്നുള്ള സത്യം. സ്നേഹിച്ചൊന്നും പറഞ്ഞ് കല്യാണം കഴിക്കണമെന്നൊന്നുമില്ലല്ലോ. സ്നേഹിക്കുന്നവരെല്ലാവരും കല്യാണം കഴിക്കാറുണ്ടോ? കാര്യം സാധിച്ചിട്ട് കൈപിടിയാറില്ലേ? അത് വെച്ച് നോക്കുമ്പോ ഞാനല്ലേ ഫീൽ ചെയ്യേണ്ടത്? പിന്നെ നീ എന്തിനാ എത്ര ഫീൽ ചെയ്യുന്നേ? എനിക്ക് താല്പര്യമില്ലെന്നേ. നീ വിളിച്ച ഉടനെ ഞാൻ വന്നില്ലേ? എന്തിനാന്നറിയോ? നീ ഒരിക്കലും എൻ്റെ അടുത്ത് മോശമായിട്ട് പെരുമാറിയിട്ടില്ല. എൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടമല്ലാത്ത സ്ഥിതിക്ക്
അവരെ എതിർത്ത് നിന്നെ എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. സത്യത്തിൽ എനിക്ക് നിന്നോട് ഇപ്പോൾ ഒരു ഇഷ്ടവും തോന്നുന്നില്ല. നിന്നെ എനിക്ക് അങ്ങനെ മറക്കാൻ കഴിയില്ല മേക്കെ. നമ്മുടെ പ്രേമത്തിന് ഇതുവരെ ഒരു സാക്ഷിയില്ല. അതായത് അതിന് ഒരു തെളിവുമില്ലെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ശരിക്കും ചാകാൻ പോലും ഞാൻ തീരുമാനിച്ചാണ് മേക്ക. പക്ഷെ നിന്നെ ഓർക്കുമ്പോൾ അത് സാധിക്കുന്നില്ല എനിക്ക്. ഞാൻ നിന്റെ നമ്പർ ബ്ലോക്ക് ചെയ്യാൻ പോവാ. മേക്കെ, ഞാൻ നിന്റെ വീട്ടുകാരോട് ഒന്ന് എന്റെ സംസാരിക്കാൻ. അച്ഛൻ അതിനുള്ള മാനസികാവസ്ഥയിലല്ല. ഇതുവരെ നിന്റെ സ്നേഹം സത്യമായിരുന്നെങ്കിൽ നീ ഇനി എന്നെ ബുദ്ധിമുട്ടിക്കില്ലെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. ഏയ് എന്താടി, നീ നാട്ടിൽ പോയതിനു ശേഷം ഒരു വിവരമില്ലല്ലോ നിന്നെ കുറിച്ച്. അത് കൊള്ളാലോ. നീ എന്നെ വിളിച്ചായിരുന്നു. എടി കോന്തി, സംസാരിക്കടി നീ, സംസാരിക്കേ. എന്റെ മുത്തേ, ബാംഗ്ലൂർ സിറ്റിയൊക്കെ മറന്നിട്ട് നിനക്ക് വില്ലേജ് അങ്ങ് ഇഷ്ടപ്പെട്ടു പോയല്ലേ? അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അത് ഇതെന്നൊക്കെ പറഞ്ഞ് മടുത്തടി. ഹേ, ആ കാഡ്ബറി എവിടെ? അയ്യോ, ഇപ്പോഴെങ്കിലും നീ എന്നെ കുറിച്ച് ഓർത്തല്ലോ. ഹായ് ഹർഷിത, സുഖല്ലേ നിനക്ക്? ഞാൻ സുഖായിരിക്കുന്നു. ഹേയ് മേഘ, ആ കോന്തിയില്ലേ, അവളെ പെണ്ണ് കാണാൻ വേണ്ടി ആൾക്കാർ കയറി ഇറങ്ങാണെന്ന്. ഓ, അങ്ങനെ ഒരു കാര്യമുണ്ടോ? എടി, അവള് ചുമ്മാ പറയുന്നല്ലേ. ദേ നോക്കുമാലേ, ആലോചിച്ച് വേണം തീരുമാനം എടുക്കാൻ. ഓടിപ്പോയി കല്യാണം കഴിച്ച അവസാനം വരെ ഓടേണ്ടി വരും. അതുകൊണ്ട് ആലോചിച്ച് വേണം തീരുമാനം എടുക്കാൻ. ചോയ്സ് നിന്റെതാ കേട്ടോ. ഈ അറേഞ്ച് മാരേജിലെ പെണ്ണിനെ ചെറുക്കം കാണുന്നതും സെലക്ട് ചെയ്യുന്നതും ഈ സൂപ്പർ മാർക്കറ്റിലെ സ്റ്റോക്ക് ക്ലിയറൻസ് ചെയ്യുന്നത് പോലെ തന്നെയാണ്. ഹേയ്, ചെറുക്കനെ കാണിക്കാൻ വേണ്ടിയേ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്തോണം. ഇഷ്ടമുള്ള കളർ ടോപ്പ് ഇട്ടോ. പക്ഷേ ലെഗിൻസ് ഇടാൻ മറന്നു പോരുത് കേട്ടോടി. നിങ്ങളെല്ലാരും കൂടി ചേർന്ന് എനിക്ക് ചെറുക്കനെ അന്വേഷിക്കുകയാണല്ലേ? ഈ ലോകസുന്ദരിക്ക് ആരെയാണോ കിട്ടുക? ആവോ ദൈവമേ. നമ്മുടെ കമലാസനായാലെന്താ? ഓ, സകലകലാ വല്ലഭൻ. അല്ലെങ്കിൽ വേണ്ട ഒരു ബിസിനസ്സുകാരനായിക്കോട്ടെ. ശരി, അതൊക്കെ വിടറേ. ഞങ്ങൾക്ക് ഇനി ബാംഗ്ലൂരിൽ പോകാനേ 15 ദിവസം കൂടിയേ ഉള്ളൂ. അതിനു മുമ്പ് നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് ഒത്തുകൂടണ്ടേടി. ഗുഡ് ഐഡിയ. എവിടെ? നമ്മുടെ നാട്ടിൽ തന്നെ. എന്തുവാടോ, ഇതുവരെയായിട്ടും വന്നില്ലേ? വരുന്നുണ്ട് സാർ, ഉടനെ തന്നെ വരും. സാറേ, ഇതാ എത്തി നോക്ക്. ഇവരെ കുറിച്ചാ സാർ ഞാൻ പറഞ്ഞേ. മേഡം, കുത്തിക്കൊള്ളുന്നു. സാറേ വരട്ടെ? മേഡം 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 നല്ല പോലീസ് ഓഫീസറാ സാറേ. എന്താണോ തന്റെ പേര്? ഝാൻസി റാണി, നോർത്ത് കേരള. എടോ പരമേശ്വര, ഈ കേസിനെ കുറിച്ച് അവരോട് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു കൊടുക്ക്. ശരി സാർ. ഇതൊരു സാധാരണ കേസല്ല കേട്ടോ, ചാലഞ്ചിങ് കേസാണ് ആൻഡ് ക്രിട്ടിക്കൽ. ബാംഗ്ലൂർ വലിയ സിറ്റി അല്ല സാറേ. PMTC പാസ് എടുത്തിട്ട് 90 അടിച്ചിട്ട് കിടന്നാലുണ്ടല്ലോ, പിന്നെ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ബാ സാറേ, ജോലിയുണ്ടേ. സർക്കാർ ശമ്പളം വെറുതെ ഇരുന്ന് വാങ്ങാനുള്ളതല്ല. ഓക്കെ സാർ, ബൈ. താങ്ക് യു സാർ. നീ എന്റെ തലയ്ക്ക് നേരെ കാഞ്ചി വലിച്ചപ്പോഴേ ഞാൻ കുഴി തോണ്ടിയിരുന്നു. പക്ഷെ നീ ഒരു പെണ്ണായതുകൊണ്ടാ വെറുതെ വിട്ടത്. സർക്കാർ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാ നമ്മളെ നിയോഗിച്ചിരിക്കുന്നത്. ചില സമയത്ത് വെടിവെച്ച് കൊല്ലാനും ഉത്തരവ് തന്നിട്ടുണ്ട്. സർക്കാർ ഇതൊന്നല്ലാതെ വേറൊരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. നല്ലൊരു മുഹൂർത്തം വരുമ്പോ സംഹാരതാണ്ഡവമാടി സമാധി കെട്ടിയിട്ട് സമാധാനമായിട്ട് കഴിഞ്ഞാളാനും ചില ഉത്തരവുകളൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഒരു കാര്യം കേട്ടുള്ളൂ, അട്രാക്ഷന് വേണ്ടി സമൂഹത്തിൽ ജനങ്ങളെ രക്ഷിക്കാൻ നല്ല തൂവെള്ളയിട്ട് ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച പല ആൾക്കാരും ഈ നാട്ടിൽ തന്നെയുണ്ട്. അങ്ങനെ ചില ആൾക്കാരും കൈയെടുത്ത് തൊഴുത് കതക് തുറന്ന് ഇതിനകത്തേക്ക് വരും. അങ്ങനെയുള്ള ആൾക്കാർക്ക് വലിയ ഭാവിയൊന്നുമില്ല. എന്നാ മിണ്ടാതെ വന്ന് പുറകെ കത്തിയെടുത്ത് കുത്തുന്നവന് നല്ല ഭാവിയുണ്ടെന്നാണ് പറയാറുള്ളത്. എന്റെ മുത്തശ്ശി ജോത്സ്യം നോക്കാറുണ്ട്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താന്ന് പറ. നിങ്ങളുടെ ഭാവി എങ്ങനെയായിരിക്കും ഞാൻ ചോദിച്ചു പറയാം. ഇപ്പൊ നിന്നെ ഒരു ജോലി ഏൽപ്പിച്ചിട്ടില്ലേ, അത് നീ ചെയ്യാതിരിക്കെ. അപ്പൊ നിന്റെ ഭാവി എന്താണെന്ന് ഞാൻ പറയാം.
എന്തൊരു സിഗരറ്റ് വലി, എന്തൊരു നാറ്റമായി. ബോഡി ഇവിടെയാണോ കിടന്നത്? അത് കുപ്പത്തൊട്ടിയല്ലേ മേഡം? മേഡം എന്തിനാ അവിടെ പോയി നിൽക്കുന്നത്? ആ ബോഡിയുടെ നാറ്റം അടിച്ചിട്ട് 3-4 ദിവസം ഞാൻ ഒരു സാധനം കഴിച്ചിട്ടില്ല മേഡം. അയാളുടെ മരണത്തെ കുറിച്ച് വല്ല വിവരവും കിട്ടിയോ നിങ്ങൾക്ക്? മേഡം എനിക്കെങ്ങനെ അറിയാൻ? താനല്ലേ അതൊക്കെ കണ്ടത്? കാണിക്കണം. ശരി മേഡം. ആ ഇനി വാടോ. ആരെങ്കിലും കുറച്ച് വെള്ളം കൊടുക്ക. വേണ്ട 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 വേണ്ട. ശവം കണ്ട വാള് വെക്കും, കാശ് കണ്ട വാ പൊളിക്കും. ആ ശവം എങ്ങനെ കിടന്നെന്ന് ഞാനിപ്പോ താഴെ കിടന്ന് കാണിക്കാം. ഇങ്ങനെയായിരുന്നു മേഡം കിടന്നേ. താനാ ഡോക്ടറോട് വരാൻ പറഞ്ഞേ. ശരി മേഡം. ഡോക്ടർ എടുത്താൽ മതിയായിരുന്നു. ഡോക്ടർ അല്ലേ? എവിടെയുള്ള? എൻ്റെ മേഡം വിളിക്കുന്നുണ്ടെന്ന് വേഗം വാ. ദേ വന്നു മേഡം, ഡോക്ടർ വന്നു. നമസ്കാരം മാഡം. ഇദ്ദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തേ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്താ പറയുന്നത്? ശരിക്കും മർഡറാണ് മാഡം. സാധാരണ ആയുധം കൊണ്ടുള്ള ഒരു കൊലപാതകമല്ല ഇത്. ഏതോ വലിയ ഒരു വാള് വെച്ച് വെട്ടിയതുപോലെയുണ്ട്. കൊല നടന്ന ദിവസവും പോസ്റ്റ്മോർട്ടം തമ്മിൽ എത്ര ഗ്യാപ്പ് ഉണ്ട്? മേ ബി അറൗണ്ട് 15 ഡേയ്സ് മാഡം. ഓക്കെ, നിങ്ങൾ പോയിക്കോ. താങ്ക് യു മാഡം. അല്ല ഡോക്ടറെ, നിങ്ങൾ ഏത് ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത്? KC ജനറൽ ഹോസ്പിറ്റൽ മാഡം. നിങ്ങളുടെ സ്വന്തം ഹോസ്പിറ്റലിന്റെ പേരെന്താന്നാ ചോദിച്ചത്? രാഘവ മധുസൂദന ഹോസ്പിറ്റൽ മാഡം. ഡോക്ടറെ, നിങ്ങൾക്കപ്പോ സ്വന്തം ഹോസ്പിറ്റലൊക്കെ ഉണ്ടല്ലേ? പരമേശ്വര, ഇയാളുടെ ഹോസ്പിറ്റലിന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടി ഒരു പഞ്ച് ഡയലോഗ് പറഞ്ഞേ. കൂട്ടിക്കൊണ്ടുവരൂ, വിളിച്ചോണ്ട് പോകൂ, പണം ഞങ്ങൾക്ക്, പിണം നിങ്ങൾക്ക്. ഒരു പക്ഷെ തന്ന കംപ്ലൈന്റ് കറക്റ്റ് ആണെന്ന് വെച്ചോ, പുറത്ത് കളയും ഞാൻ. പരമേശ്വര മേഡം, ഈ കല്യാണ മണ്ഡപത്തിൽ കൊല നടക്കുന്നതിന് മുമ്പ്, അതായത് ഡെഡ് ബോഡി കണ്ടെത്തുന്നതിന്റെ 15 ദിവസം മുമ്പ് ആരുടെയൊക്കെ കല്യാണം നടന്നു, അതിന്റെ ഡീറ്റെയിൽസ്, വീഡിയോസ്, ഫോട്ടോഗ്രാഫ്സ്, പിന്നെ ഈ ഏരിയയിലുള്ള ക്രിമിനൽസിന്റെ ഡീറ്റെയിൽസ് എല്ലാം എനിക്ക് വേണം. മേഡം, അന്നത്തെ ദിവസം ഈ കല്യാണ മണ്ഡപത്തിൽ നടന്ന ഒരേ ഒരു കല്യാണം ഇത് മാത്രമാണ് മേഡം. എന്താ മേഡം, താലികെട്ടിന് മുമ്പ് ഓഫ് ചെയ്ത് കളഞ്ഞു? അവൻ താലി കെട്ടിയാലും കെട്ടിയില്ലേലും നമുക്കെന്താ? എന്തായാലും നമുക്ക് റിസപ്ഷൻ എന്ന് മാത്രമാണ് പണി. ഈ കല്യാണ ദിവസം തല്ലും അടിയൊക്കെ നടക്കുന്നത് രാത്രിയിലാണ്. വെള്ളം അടിക്കുമ്പോഴോ, ചീട്ട് കളിക്കുമ്പോഴോ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോഴോ, എന്തായാലും ഇതിന്റെ പേരിൽ രാത്രി അടി നടക്കുന്നുള്ളത് ഉറപ്പാ. അങ്ങനെ രാത്രിയില് അടി ഉണ്ടാക്കിയിട്ട് അയാളെ അടിച്ചു കൊന്നു പൊക്കിയെടുത്തോണ്ട് വന്ന് കുപ്പത്തൊട്ടിലിട്ടു. മേഡം, മേഡം പറഞ്ഞതുപോലെ ആണെങ്കിൽ ആ ദിവസം, ആ മുഹൂർത്തത്തിന്റെ അന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ആരെങ്കിലും ഊണ് കഴിച്ചിട്ടുള്ള ഇലയെല്ലാം കൊണ്ടിടുമ്പോൾ മനസ്സിലാകില്ലേ മേഡം? ഗുഡ് പോയിന്റ്. ആലോചിക്കേണ്ട കാര്യ. മാഡം, അടുത്ത ദിവസം അയാളെ കൊന്നിട്ട് ആരെങ്കിലും ആ ബോഡി കൊണ്ട് കുപ്പത്തൊട്ടിയിൽ ഇട്ടിട്ട് ഊണ് കഴിച്ച് ആ ഇലയെല്ലാം അയാളുടെ മേലിട്ട് മൂടിക്കാണും. യെസ്, അതാണ് നടന്നത്. നിങ്ങളുടെ പേരെന്താ? മേഡം, ഡോഗ് നാഗേഷ് എന്നാ. കേസ് പിടിക്കാൻ ഡോഗിനെ കൊണ്ടുപോയി കിട്ടിയ പേരാ പുള്ളിക്കാരന്. അങ്ങനെയെങ്കിൽ എന്തെങ്കിലും ക്ലൂ? അയ്യോ മേഡം, ആ കുപ്പത്തൊട്ടിലെ നാറ്റം കൊണ്ട് ഞാൻ വാള് വെച്ചു. പോലീസ് നായാണ് തല കറങ്ങി വീണില്ലേ? മാഡം, ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ തന്നെയാ ശത്രുക്കളും ഫ്രണ്ട്സുകളും ഒക്കെ. അങ്ങനെ എന്തെങ്കിലും നടന്നാൽ തന്നെ ഞങ്ങൾക്കുള്ളിലേ നടക്കുള്ളൂ മാഡം, അല്ലാതെ ഇങ്ങനെയൊന്നും നടക്കില്ല. പക്ഷെ ഞങ്ങൾക്കുള്ളിൽ ഇത് നടന്നിരുന്നെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇരിക്കത്തില്ലായിരുന്നു മാഡം. ഞങ്ങൾ ഈ ജോലിയൊക്കെ വിട്ടിട്ട് കുറെ കാലമായി മാഡം. ഒരു പക്ഷേ ഈ ഏരിയയിൽ ആരെങ്കിലും വന്ന് അങ്ങനെ ഞങ്ങളുടെ ഈ ഏരിയയിൽ വന്ന് കാലുകുത്തി ചെയ്യാനുള്ള ധൈര്യം ആർക്കുമില്ല മാഡം. വേറെ എവിടെയെങ്കിലും വെച്ച് കൊലപ്പെടുത്തിയിട്ട് അയാളെ ഇവിടെ കൊണ്ടുവന്നിടാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. ശരി, പോയിക്കോളൂ. വിളിക്കുമ്പോ വന്നേക്കണം. ഓ ശരി മാഡം. മേഡം, റൗഡികളുടെ ബുദ്ധി റൗഡിക്കല്ലേ അറിയുള്ളൂ മാഡം. അവര് പറഞ്ഞതുപോലെ ഈ കേസ് വഴിതിരിച്ച് വിടാൻ വേണ്ടി ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നത് മാഡം. ഒരു പക്ഷെ ആ ഏരിയയിലെ റൗഡിയാന്ന് വിചാരിച്ചവൻ എന്തിനാ പേടിച്ച് ആ ബോഡി എടുത്ത് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയിടുന്നേ? അവന് പേരെടുക്കാനാണെങ്കിൽ അവന്റെ സ്ഥലത്ത് കൊന്നിട്ടാ പോരായിരുന്നു. അതും അല്ലെങ്കിൽ കൊന്ന സ്ഥലത്ത് തന്നെ ഇട്ടിട്ട് പോവായിരുന്നല്ലോ. ഇത് റൗഡികൾ ചെയ്ത കൊലപാതകമൊന്നുമല്ല, ഇതാരോ ഭയന്ന് ചെയ്തതാണ്. കൊന്നതിന് ശേഷം പേടിച്ചിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ആലോചിച്ച് തീരുമാനിച്ചാ ഇങ്ങനെ ചെയ്തത്. ഒന്നെങ്കിൽ ഫാമിലി മാറ്റർ, അല്ലെങ്കിൽ മറ്റെന്തോ അക്രമം തന്നെയാണ്. അതും അല്ലെങ്കിൽ ലവ് മാറ്റർ. ഏതോ ഒരു പ്രേമബന്ധത്തിൽ കുടുങ്ങി ആ ഫാമിലി കൊന്നതായിരിക്കുമെന്നാണ് എന്റെ ഡൗട്ട്.
എൻ്റെ വാക്കുകൾ ബഹുമാനിച്ച് ഈ നിലയിലെത്തിയതിന് വളരെ നന്ദിയുണ്ട്. ഇതെന്തു പറ്റി? നല്ല ശീലങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാതെ ഒരു സുഹൃത്തിനെ പോലെ പ്രേമത്തിനു വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ ഈ കിഴവൻ എന്തിനാ വന്നിരിക്കുന്നതെന്ന് ആലോചിക്കായിരിക്കും നീ. മക്കളുടെ മനസ്സിൽ അച്ഛനും അമ്മയും ഉള്ളതുപോലെ തന്നെയാണ് അച്ഛൻ്റെ മനസ്സിൽ മക്കളും ഉണ്ടാവുന്നത്. മക്കളുടെ മനസ്സിൽ ആ സ്ഥാനത്ത് വേറെ ആരെങ്കിലും വന്നു എന്നറിയുമ്പോൾ ഞങ്ങൾ അവർക്ക് സുഹൃത്തായി മാറും. ഇന്ന് ഞാൻ എൻ്റെ സുഹൃത്തിനെ സഹായിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ വന്ന് സംസാരിക്കാൻ വേണ്ടി. ഞാനും എൻ്റെ ഭാര്യയും ഇപ്പോൾ ഈ നിമിഷം ഒന്ന് സംസാരിക്കാം. ഒരു കാരണവുമില്ലാതെ ഈ സ്നേഹം നിരസിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല മോളെ. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ നിന്നോട് ചോദിക്കാനും പോണില്ല. അത് നിന്റെ ഇഷ്ടം. നോക്കുമോളെ, ആഗ്രഹം നഷ്ടപ്പെട്ടാലും പ്രണയം നഷ്ടപ്പെടില്ല. ഇതൊരച്ഛൻ്റെ അപേക്ഷയാ മോളെ. അവനെ ഒരു നുള്ളി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് സമ്മതിച്ചൂടെ? ഒരു പക്ഷേ ഈ പ്രണയം നഷ്ടപ്പെട്ടാൽ എൻ്റെ മകൻ തന്നെ എനിക്ക് നഷ്ടമാകുന്നുള്ള ഭയത്തോടെയാണ് ഞാൻ ഇവിടേക്ക് ഓടി വന്നത് മോളെ. ഒരച്ഛൻ്റെ അമ്മയുടെ വേദന മക്കൾക്ക് മനസ്സിലാവണമെന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മക്കളെപ്പോഴും അവരുടെ ലോകത്ത് തന്നെയായിരിക്കും. അതുപോലെ മക്കൾ വിഷമിക്കുന്ന നേരത്ത് ഒരു നിമിഷം കൊണ്ട് അത് അച്ഛനമ്മയ്ക്ക് മനസ്സിലാകും. അതെന്താണെന്നറിയോ? അവന് ജന്മം കൊടുത്തത് ഞാനാണ്, വേറൊന്നുമല്ല. ഞാൻ പോവാ. എനിക്ക് സമയമായി. വീട്ടിൽ എന്നെ അന്വേഷിക്കുന്നുണ്ടാവും. ഒന്ന് നിൽക്കുമോളെ. ഒരു പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ ഈ നിൽക്കുന്നവൻ്റെ അച്ഛൻ്റെ മരുമകളായിട്ട് വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ അച്ഛൻ കാത്തിരിക്കാൻ തയ്യാറാണ്. ഇതവൻ്റെ ഷർട്ടാണ്, പാൻറ്. ഇതവൻ കയ്യിലിട്ടിരുന്ന വളയാണ്. ഇത്രയേ ഉള്ളൂ, വേറൊന്നും എൻ്റെ കൈവശം ഇല്ല. എന്തൊരു നാറ്റം ഇത്. പോകാം മാഡം, പോവാ. എന്തൊരു നാറ്റമാ. ഡോക്ടർ, ഇത് നിങ്ങൾ ഞങ്ങളുടെ എടുത്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകില്ലേ? ഓ കഷ്ടം. മേഡം, കുടുംബവും വീടും ഒക്കെ വിട്ടിട്ട് ഈ ഒരു ബോഡിക്ക് വേണ്ടി സ്വന്തം ബോഡി എന്തിനാ മേഡം ഇങ്ങനെ വേസ്റ്റ് ആക്കുന്നത്? കുടുംബം എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ. അപ്പൊ മേഡത്തിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലേ? സൂപ്പർമാൻ കല്യാണം കഴിച്ചിട്ടുണ്ടോ? നോ മേഡം, സിംഗിൾ. ബാറ്റ്മാനോ? സിംഗിൾ. സ്പൈഡർമാൻ? സിംഗിൾ. നോബഡി ലവ് സൂപ്പർ ഹീറോസ്. മനസ്സിലായല്ലോ നിനക്ക്? എടോ വാള് പരമേശ്വര, ഇങ്ങോട്ട് വാടോ. വരുന്നു മാഡം. മേഡം, ഇപ്പൊ നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? എന്റെ ഒരു സുഹൃത്തിനെ കാണാൻ പോവാ. അതേതാ സുഹൃത്ത് മേഡം? ശിവ. ശിവൻ? ഒറിജിനൽ ശിവൻ. അതെവിടാ മേഡം? നഞ്ചൻഗുഡു. എപ്പോ നോക്കിയാലും ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ മാത്രമേ മെസ്സേജ് ഉള്ളൂ. ഞങ്ങളൊക്കെ തൊട്ടടുത്തായതുകൊണ്ട് എപ്പോ വേണമെങ്കിലും മീറ്റ് ചെയ്യാം. അതുകൊണ്ട് ഞാൻ മെസ്സേജ് ഒന്നും അയക്കാറില്ല. പക്ഷെ അവള് മാത്രം ബാംഗ്ലൂരിൽ നിന്ന് ഇവിടം വരെ വരണ്ടേ?
സാരല്ല വിട്ടേക്കുന്നേ, അവൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചല്ലോ. ദേ ഒരെണ്ണം അമ്പലത്തിൽ വന്നാ പോലെ ഈ കുന്തം ഞോണ്ടിക്കൊണ്ടേയിരിക്കും. ഇവളെ കൊണ്ട് തോറ്റു. ഞാനായിരുന്നു ആദ്യം, ഇപ്പൊ എന്നെ പോലെ തന്നെ ഇവിടെ. ആ പറഞ്ഞാ നേരാ. മാഡം, ഇവിടെ നിന്ന് തൊഴുന്നതിലും നല്ലത് അകത്ത് പോയിട്ട് നല്ല ഭഗവാനെ കണ്ടു തൊഴാലോ. അതെ മാഡം. കൊന്നവനെ കണ്ടുപിടിക്കാതെ ഞാൻ ഭഗവാനെ കാണുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ അല്ല, കാണുന്നില്ല. ഞങ്ങളെന്ന് പറഞ്ഞ ആരാ? ശിവനെ കാണുന്നില്ല എന്ന്. ശിവനുമായിട്ട് സംസാരിച്ചു വന്നു. പ്രസാദവേ തൊട്ട് തൊഴുതിട്ട് വേണം കഴിക്കാൻ. എന്താ മാഡം ഇത്? എക്സ്ക്യൂസ് മീ, പ്രസാദം. ഓം ശിവായ നമഃ. ഇവിടെ ഈ ദുനിയ ടൈലർ ഷോപ്പ് എവിടെയാ ഉള്ളത്? സോറി മാഡം, ഞാനും ഈ നാട്ടുകാരിയല്ല, എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, സോറി. ഇറ്റ്സ് ഓക്കെ. മാഡം, ദുനിയ ടൈലർ ഷോപ്പോ? അതെന്തിനാ മാഡം? അതാണോ മാഡം ക്ലൂ? ദുനിയ ടൈലർ പേര് കൊള്ളാലോ. ഈ ദുനിയാവിലായിരുന്നോ അത്? മാഡം, ദുനിയ സിനിമ എന്നാണോ റിലീസായത് അന്ന് തൊട്ട് ദുനിയ ടൈലർ എന്നാണ് എന്റെ കടയുടെയും പേര്. ഈ ഷർട്ട് നിങ്ങളുടെ ഈ കടയിലാണോ തയ്ച്ചത്? അതെ സാറേ. ഈ ഷർട്ട് ആരാണ് തയ്ച്ചത്, എപ്പോഴാണ് തയ്ച്ചതെന്ന് നോക്കി പറയാൻ പറ്റുമോ? സാറേ, ആ റെസിപ്റ്റ് ഒന്ന് തരുമോ? ഞാൻ നോക്കിയിട്ട് പറയാം. റെസിപ്റ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിയത്തില്ലേ? നീ ആദ്യം ഒന്ന് നോക്കടാ. ആരെപ്പോഴാ തയ്ച്ചെന്നൊക്കെ നോക്കാൻ ഞങ്ങൾക്ക് വേറെ പണിയില്ലെന്ന് കരുതിയോ? സാധനം എടുത്തോണ്ട് പോവാൻ നോക്ക്, ചെല്ലേ. ഞങ്ങൾ ആരാന്ന് മനസ്സിലായോ? അറിഞ്ഞാ നിന്റെ കഥ തീർന്ന്. എന്തോന്ന് ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് ഞങ്ങൾക്കിട്ടാ? ചേട്ടന്മാരെ, നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമുക്കിട്ട് പണിയാൻ വരിക കണ്ടോ? എന്താടാ നീ വലിയ കിലാടിയാന്ന് കരുതി? മോനെ പോവില്ല കേട്ടോ. പറഞ്ഞത് എന്താടാ പേര്? പ്രദീപ് ഗാന്ധി മാഡം. പരമേശ്വര, എന്താ മാഡം? മഹാത്മാഗാന്ധി ജീവനോടെ ഉണ്ടോ? ഇല്ല മാഡം. ഇന്ദിരാഗാന്ധിയോ? ഇല്ല മാഡം. രാജീവ് ഗാന്ധി?
ഇല്ല മാഡം. പ്രദീപ് ഗാന്ധി? അദ്ദേഹം ഉണ്ട് മാഡം. അവരൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നീ മാത്രം ഉണ്ടായിട്ട് എന്താടാ കാര്യം? വീണ്ടും ഇവൻ ജന്മം എടുക്കുമെന്ന് പറഞ്ഞ് ഇവന്റെ കടയുടെ മുമ്പിൽ ഒരു ബോർഡ് വെക്കാൻ നോക്ക്. പോലീസ്. മാഡം ആരുടെയാണെന്ന് ഞാൻ നോക്കാം മാഡം. മാഡം കിട്ടി മാഡം. പേര് സോമു. ആരാത്? ഈ നാട്ടുകാരനാണോ അതോ? മറ്റൊരു നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് തയ്ക്കാൻ ഒരു സാധ്യതയില്ല മാഡം. ഈ നാട്ടുകാരൻ തന്നെയായിരിക്കും. ഇത് തയ്ച്ചിട്ട് ഒരു 4 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും മാഡം. ഇതിനു ശേഷം ഇതിന്റെ പേരിൽ വേറെ ആരും വന്നിട്ടില്ല മാഡം. ആരെന്ന് താനൊന്ന് ആലോചിച്ച് പറയണം. സോമു. ആ മാഡം, ഏരിക്കര സോമു ആണ്. അവൻ ഈ നാട് വിട്ടു പോയിട്ട് ഏകദേശം 4-5 വർഷമായി കാണും. ഇത് അവന്റെ ഷർട്ട് ഇപ്പൊ തന്നെ. അവൻ എവിടെ ഉണ്ടാവുന്ന നിങ്ങൾക്കറിയാം? എനിക്കറിയില്ല മാഡം. നാട്ടിലുള്ളവർ സംസാരിക്കുന്നത് കേട്ടു. ബാംഗ്ലൂരിലുള്ള കോളേജിനടുത്താണ് ഇദ്ദേഹം ബേക്കറി വെച്ചിരുന്നത്. അത് സത്യമാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. അയാളുടെ വീട് എവിടാ? സാർ ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയിട്ട് വലത്തോട്ട് തിരിഞ്ഞ് ഇടത്തോട്ട് പോയി അവിടെ ആരോട് ചോദിച്ചാലും അവർ പറയും സാർ. അതെ, നിങ്ങളുടെ മകനെ അന്വേഷിച്ച് ആരൊക്കെയോ ബാംഗ്ലൂരിൽ നിന്ന് വന്നിരിക്കുന്നു. അയ്യോ, ആരത്? എന്റെ മകനെ കണ്ടു കിട്ടിയോ? അവനെ ആരെങ്കിലും കണ്ടായിരുന്നോ? അവന് സുഖമാണോ? എന്തു പറയാനാ? അമ്മ എന്തോ ഒരു കാര്യത്തിന് അവനോട് ദേഷ്യപ്പെട്ടു എന്ന് കരുതി ഈ വീട്ടിൽ നിന്ന് അപ്പൊ തന്നെ ഇറങ്ങിപ്പോയി. അവന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ഒരു നോക്ക് കാണാൻ പോലും അവൻ വന്നില്ല. അവന്റെ മനസ്സ് കല്ല കേട്ടോ. അയാള് വീട്ടിൽ നിന്ന് പോയിട്ട് എത്ര നാളായി? 4 വർഷമായി എന്റെ പൊന്നു സാറേ. ഇതിനിടയ്ക്ക് ഒരു ദിവസം വരെ ഇവിടെ വന്നിട്ടില്ലേ? വന്നിട്ടില്ല. ഒരു ഫോണ് പോലും എനിക്ക് ചെയ്തിട്ടില്ല. അവൻ എവിടെയാണ്? അവന്റെ നമ്പർ വല്ല ഫോട്ടോ എങ്കിലും ഉണ്ടോ കയ്യില്? അതൊന്നും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടില്ല എന്റെ സാറ്. ഒരു ഫോട്ടോ എന്റെ കൈവശമുണ്ട്. എനിക്ക് ഞാൻ എടുത്തോണ്ട് വരാം. വേഗം വേഗം എടുത്തിട്ടോ. ആ പക്ക കിട്ടി മേഡം, കൺഫേം. നോക്ക് സാറേ, ഇതാണ് ഫോട്ടോ. ഇത് കൊണ്ടുപോയി ബാംഗ്ലൂരിൽ അന്വേഷിക്കാം അല്ലേ? ഇത് വെച്ചിട്ട് അന്വേഷിക്കാനോ മേഡം? ഞാനിതുവരെ ഒരു കൊച്ചിന്റെ അച്ഛനായിട്ടില്ല, അതുകൊണ്ടാ വെറുതെ ഇത് വെച്ച്. കൊടുത്തിട്ട് വരാൻ നോക്ക്. കൊല്ലുവാണെങ്കിൽ ഇങ്ങനെ വേണം മേഡം കൊല്ലാൻ. ഒരു തുമ്പ് പോലും ഇല്ലാതെ കൊന്നു തള്ളിയത് കണ്ടില്ലേ? അവൻ കിടുവാ. അവന്റെ നല്ല കാലത്തിന് അവന്റെ അമ്മയുടെ കയ്യിൽ കണ്ടില്ലേ, നമ്പറും ഇല്ല, അവന്റെ ഫോട്ടോയും ഇല്ല. സാറേ, ഗ്രാമത്തിലുള്ളവരൊക്കെ പാവങ്ങളാ സാറേ. അവർക്ക് അത്രയ്ക്കല്ലേ അറിവുള്ളൂ. മേഡം, എന്നിട്ട് നാട്ടിലുള്ളവർ സംസാരിക്കുന്നത് കേട്ടു. ബാംഗ്ലൂരിലുള്ള കോളേജിനടുത്താണ് ഇദ്ദേഹം ബേക്കറി വെച്ചിരുന്നത്. ആ പരമേശ്വര, നാളെ രാവിലെ തന്നെ ബാംഗ്ലൂരിലുള്ള എല്ലാ കോളേജിന്റെയും അടുത്തുള്ള ബേക്കറിയുടെ ഡീറ്റെയിൽസ് എടുത്തേ പറ്റൂ പരമേശ്വര. ബാംഗ്ലൂരിലുള്ള സകല ബേക്കറികളും ഞങ്ങൾ അരിച്ചു പെറുക്കി അന്വേഷിച്ചു മേഡം. ഒരൊറ്റ ഓണർ പോലും ഇല്ലെന്നേ ആ പേരിലുള്ളത്. ഇനി അവരുടെ മക്കളെ എടുത്താലും ബന്ധുക്കൾക്ക് ഒന്നും ആ പേരില്ല.
പക്ഷെ ഒരു ബേക്കറി മാത്രം അടച്ചിട്ടിരിക്കുകയായിരുന്നു. തൊട്ടടുത്ത കടയിൽ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ 6 മാസമായിട്ട് എപ്പോഴാ തുറക്കുന്നത് എപ്പോഴാ അടയ്ക്കുന്നത് എന്ന് അറിയില്ലെന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷെ 15 ദിവസമായിട്ട് കട തുറക്കാറേ ഇല്ലെന്നാണ് അവർ പറഞ്ഞത്. ബേക്കറിയുടെ ഓണറുടെ പേര് മനോജ് എന്നാണ് മാഡം. മൊബൈൽ നമ്പർ ചോദിച്ചപ്പോൾ ആർക്കും അറിയില്ല അത്രേ. ഏതാ ബേക്കറി? ശേഷാതിരിപുരം കോളേജിന്റെ അടുത്തുള്ള ബേക്കറിയാ. ബേക്കറിയുടെ പേരെന്താ? ശ്രീകണ്ഠേശ്വര ബേക്കറി. യെസ്, അങ്ങനെയാണെങ്കിൽ ആ ബേക്കറി തന്നെ. അതെങ്ങനെ പറയാൻ പറ്റും മാഡം? ബേക്കറിയുടെ പേര് ശ്രീകണ്ഠേശ്വര, ഓണറിന്റെ പേര് മനോജ്. ചത്തവന്റെ നാട് നന്ദങ്കോട്, അമ്പലം ശ്രീകണ്ഠേശ്വരം. ആളുടെ പേര് സോമു. ബാംഗ്ലൂർ സിറ്റിയിൽ താമസിക്കുന്ന ആള്, അതും നാട് വിട്ട് ഇവിടെ വന്ന് താമസിക്കുന്ന ചെറുപ്പക്കാരിൽ ഈ നന്ദയ്യ, സോമയ്യ, ബാലയ്യ ഇങ്ങനെയുള്ള പേരൊന്നും ആർക്കും ഇഷ്ടപ്പെടില്ല. അവർക്കൊക്കെ ഫാൻസി നെയിമിനോടായിരിക്കും താല്പര്യമുള്ളത്. അതുകൊണ്ട് ഒരു പക്ഷേ പേര് ചേഞ്ച് ചെയ്തിട്ടുണ്ടാവാം. മേഡം, ഇതുവരെയുള്ള കാര്യങ്ങൾ ശരിയായിരിക്കാം, പക്ഷെ അത് കഴിഞ്ഞുള്ള കാര്യം ബേക്കറി ചെക്കിംഗ് ഇപ്പൊ തന്നെ. ഇപ്പോഴോ? അപ്പൊ ബേക്കറിയുടെ കീ? അപ്പൊ ഷൂട്ടിന് ശബ്ദം കേൾക്കില്ലേ? അടുത്തുള്ള ട്രാൻസ്ഫോമറിലേക്ക് ഒരു കല്ലെടുത്തെറിയും. ബ്ലാസ്റ്റ് ആയിക്കോളും. സൗണ്ട് സിങ്ക് ചെയ്താൽ മാത്രം മതി. ആർക്കും സംശയം ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ ബേക്കറി ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടും. രാവിലെ ചെക്ക് ചെയ്ത അയൽവാസികൾക്കൊക്കെ മനസ്സിലാവും. കിട്ടുന്നത് പോലും മിസ്സാവാൻ സാധ്യതയുണ്ട്. സോ മൂവ് നൗ. പോകാം സാറേ. ഓക്കെ. ഞാൻ പറഞ്ഞ ബേക്കറി ഇതാണ് മാഡം. മാഡം, അതാണ് കോളേജ്. ഓക്കെ, നിങ്ങൾ പോയിക്കോ. ഓക്കെ മാഡം. ഇവിടെ ശുദ്ധമായ പാല്, തൈര്, നെയ്യ് ഇവയെല്ലാം ലഭിക്കുന്നതാണ്. ആ നാഗേഷ്, മാഡം ഞാൻ റെഡിയാണ്. ഞാൻ പറഞ്ഞോണ്ടേ ഫയർ ചെയ്യേ. ഓക്കെ മാഡം. 1 2 3 ഫയർ. ക്ലോസ് ചെയ്യൂ. എന്താ മാഡം ഇവിടെ ഒരു വല്ലാത്ത നാറ്റം? ഒരു സൈഡിൽ ഇരുട്ട്, ഒരു സൈഡിൽ നാറ്റം. ഇവിടെ എന്ത് കിട്ടുമെന്നാ മാഡം ഈ പറയുന്നേ? വരൂ മാഡം, നമുക്ക് പോകാം. നോക്ക്, എന്തെങ്കിലും ഒന്നും കിട്ടാതിരിക്കില്ല. ഇവിടെ എങ്ങും ഒന്നും കാണാൻ പറ്റുന്നില്ല മാഡം. മനോജേ, നീ എവിടാടാ? എന്താ സാറേ? എന്തെങ്കിലും തെളിവ് കിട്ടിയോ? ഒന്ന് വെയിറ്റ് അയ്യോ, ചെയ്യേ. എന്താ സാറേ? ഇവിടെ എന്തൊക്കെയോ കിട്ടിയെന്ന് തോന്നും. ജീവനുണ്ടോ അതോ ചത്തുപോയോ? എന്റെ അമ്മ പറയാറുണ്ട്, പോലീസ് ജോലി ശവത്തിന് കാവൽ നിൽക്കുന്ന ജോലിയാണ്. അതിപ്പോഴാ മനസ്സിലായത്. അതുകൊണ്ടാ മുതിർന്നവര് പറയുന്നത്. ആ, എന്റെ സാറേ, ട്രാൻസ്ഫോമറിട്ട് കല്ലെടുത്തെറിഞ്ഞിട്ടും ഇവിടെ എങ്ങനെയാ ലൈറ്റ് കത്തുന്നേ? ബ്ലാസ്റ്റ് നടന്നത് അടുത്ത സ്ട്രീറ്റിലല്ലേ സാറേ? താമസിയാതെ നീ എന്റെ വോയിസിംഗ് തന്നെ വരും മോനെ. ഹലോ, ആദ്യം സെർച്ച് ചെയ്യൂ. ഓക്കെ മാഡം. എന്താ ഉണ്ടായേ? വാസന മാഡം, വല്ലാത്ത നാറ്റം. ഡെഡ് ബോഡി കൂടെ പ്രശ്നമില്ലായിരുന്നു മാഡം. ചീത്തയായ പാല. എന്തൊരു നാറ്റമാ മാഡം ഇത്. 2 ദിവസം കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ പൂട്ട് അടിച്ചുടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അടുത്തുള്ളവർ തന്നെ പൊടച്ചേനെ. അയ്യോ, എന്തൊരു നാറ്റം. ഒന്നും ഉണ്ടാവില്ല, പോയി നോക്ക്. നോക്കാൻ. ഓക്കെ മാഡം. കയ്യും കാലും കെട്ടി ഇവിടെ നിങ്ങളെ 2 ദിവസം ഇട്ടെങ്കിലേ നിങ്ങൾക്ക് ഇതിന്റെ നാറ്റം അറിയുള്ളൂ. എന്നാലേ നിങ്ങൾ പഠിക്കുള്ളൂ. ഇത് കഴിക്കണം. കഴിച്ചോ? എന്തോന്നാടേ, എനിക്കിവിടെ നിൽക്കാൻ പോലും പറ്റുന്നില്ല. ഈ ചീത്തയായ സാധനമൊക്കെ നീ എങ്ങനെയാടേ വലിച്ചു കയറ്റുന്നത്? എന്തൊരു നാറ്റം എന്റെ അമ്മോ. മാഡം, എന്തെങ്കിലും കിട്ടിയോ മാഡം? മാഡം മൗനം പാലിച്ചാൽ എന്തൊക്കെയോ കിട്ടിയതിന്റെ ലക്ഷണമാണ്. മാഡം, എനിക്ക് തോന്നുന്നത് ഇവൻ ഏതോ ഒരു സ്റ്റാറിന്റെ ഫാനാണെന്ന് തോന്നുന്നു. ഇവിടെ നിങ്ങൾ ഒന്നും കിട്ടത്തില്ല മാഡം. നമുക്ക് പോകാം ഇവിടുന്ന്. ഫോണിന് മേൽ ഫോൺ വന്നോണ്ടിരിക്കാം. വാ, പോയി നോക്ക്. ശരി മാഡം. മാഡം ഭയങ്കര സ്ട്രിക്റ്റ് ആണല്ലോ. എന്തൊരു കഷ്ടമാ. എന്റെ മെഗാസ്റ്റാറെ, നിങ്ങൾ വേണം രക്ഷിക്കാൻ. മാഡം, എന്തെങ്കിലും ക്ലൂ കിട്ടിയായിരുന്നോ? ഇമ്പോർട്ടന്റ് ആയ സാധനമേ മാഡം മറന്നുപോയി. ഇവിടെ ഒരുപാട് ചില്ലറ പൈസ ഉണ്ട് മാഡം. ഇവിടെ ഒന്നുമില്ല. നമുക്ക് പോകാം മാഡം. ഇവിടെ ഒന്നുമില്ല. നാഗേഷ്, മാഡം, എനി ക്ലൂ? ഇവിടെ ഒന്നും കാണുന്നില്ല. എല്ലായിടത്തും അന്വേഷിച്ച് നോക്കി, ഒന്നും കിട്ടിയില്ല. ക്ലോസ് ചെയ്തിട്ട് വാ, പോവാം.
മേഡം ഇതെന്തിനാ ക്ലോസ് ചെയ്യുന്നത്? എല്ലാം ചീത്തയായില്ലേ? വല്ല നായ്ക്കളും വന്ന് തിന്നിട്ടെന്നേ, അതല്ലേ നല്ലത്. ക്ലോസ് ചെയ്തിട്ട് വരാനാ പറഞ്ഞ്. ഇതാ എത്തിക്കഴിഞ്ഞു മാഡം. വാ സാർ, പോവാം നമുക്ക്. സ്റ്റോപ്പ്. സാറ് ഇനി എന്തിനാ അങ്ങോട്ട് പോകുന്നത്? ആകെ എനിക്ക് വയ്യ, മടുത്തു. ഓക്കെ. മേഡം 2 ലാർജ് അടിക്കാനെങ്കിലും ആ പൈസ തികഞ്ഞേനെ. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി. താങ്ക് യു സോ മച്ച് മേഡം. രാത്രി 2 വിടാനുള്ള പൈസ മാഡം തന്നില്ലല്ലോ. ഗുഡ് മോർണിംഗ് മേഡം. ഗുഡ് മോർണിംഗ് മാഡം. മോർണിംഗ്. നാഗേഷ്, കോഫി എടുത്തോണ്ട് വരൂ. ഓക്കെ മാഡം. ബിസ്ക്കറ്റ് എന്തെങ്കിലും? ഓക്കെ മാഡം. സൗമ്യ 143. ആ സൗമ്യ എന്ന് പറയുന്ന പെണ്ണിനോട് 143 രൂപ ഇവൻ കടം മേടിച്ചേക്കുന്നു. ഇവനൊക്കെ എന്തൊരു മനുഷ്യനാ. എന്താ പറഞ്ഞേ? 143 രൂപ കടം മേടിച്ചത് മേഡം കണ്ടില്ലേ? മാഡം നല്ല സ്ട്രോങ് കോഫി. നാഗേഷ്, സൗമ്യ ആരാ? സൗമ്യ ഞാൻ കല്യാണം കഴിക്കാൻ പോണ പെണ്ണാ. ലേറ്റ് മാരേജ് ആണ് മാഡം. അറേഞ്ച്ഡോ ലവോ? അറേഞ്ച്ഡ് ആണ് മാഡം. നിശ്ചയം കഴിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞു. ഈ 143 എന്ന് വെച്ചാ എന്താ? 143യോ? ഇത് 143 അല്ല മാഡം, 143. അതായത് ഐ ലവ് യു. യെസ്, ഇത് ലവ് മാറ്ററാ. ലവിന് വേണ്ടി നടന്ന കൊലയാ. ഇത് അവൾ ഇവന് കൊടുത്ത ചോക്ലേറ്റാ. ഈ പണം അവളുടെ ഓർമ്മയ്ക്കായി സൂക്ഷിച്ചതാ. 1 മിനിറ്റ്. അവര് 2 പേരും ഒരുമിച്ച് സിനിമ കണ്ട ടിക്കറ്റ് ഇതും അവളുടെ ഓർമ്മയ്ക്കായി വെച്ചിരിക്കുക. പരമേഷ്, ഈ ഡേറ്റില് 2 പേരും ഒരുമിച്ച് ലുലു മാളില് സിനിമ കാണാൻ പോയിട്ടുണ്ട്. ഇവിടെ ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നു പോകുന്നല്ലേ മേഡം. ഇതിനകത്ത് നമ്മൾ എങ്ങനെ ഫേസ് ഒക്കെ കണ്ടുപിടിക്കുന്നു ഒന്ന് പറഞ്ഞേ. ഈ സിനിമയ്ക്ക് ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് CCTV ക്യാമറയിലെ ഫുട്ടേജിലുണ്ടായിരിക്കും. യെസ്, ഇമ്മീഡിയറ്റ്ലി എനിക്ക് ആ ഡേറ്റിലെ ആ ടൈമിലുള്ള CCTV ഫുട്ടേജ് വേണം. ഗോ. ശരി ശരി ശരി, ഓക്കേ മേഡം, ഓക്കേ ഓക്കേ. ഈ ഇമേജ് സ്ക്രീൻഷോട്ട് എടുത്ത് ഫോട്ടോസ് പെൻഡ്രൈവിൽ കോപ്പി ചെയ്. അതൊന്ന് സൂം ചെയ്തേ. അത് പെൻഡ്രൈവിലിട്. ഓക്കെ മേഡം, ആ ജോഡി ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. അതും വിട്ടേക്ക്. പെൻഡ്രൈവ് ഒന്ന് ഇട്ട് നോക്കിയേ. മാഡം മാഡം, ആ പുറകെ വരുന്ന കപ്പിൾസിനെ നോക്കിയേ. മേഡം, അത് ആങ്ങളും പെങ്ങളും ആണെന്ന് തോന്നുന്നു മേഡം. വായടക്കിടും. അച്ഛനും മോളും ആയിരിക്കും. സോറി മേഡം. ആ, അതൊന്നിട്ടേ. അതും പെൻഡ്രൈവിലാക്ക്. നോ 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 നോ, അത് വേണ്ട. അതും പെൻഡ്രൈവിലിട്ടേക്ക്. ബാക്ക് ഷോട്ട് ഉണ്ടല്ലോ, ഇതിന്റെ ഫ്രണ്ട് ആംഗിൾ ക്യാമറ ഫുട്ടേജ് എവിടെ? വെയിറ്റ്, പ്ലീസ് പ്ലീസ്. ഈ പെണ്ണിനെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഈ പെണ്ണോ? എവിടെ ഓർമ്മ കിട്ടുന്നില്ല.
നോക്കാം, പെൻഡ്രൈവിലിട്. ഇനി നമ്മൾ എന്ത് ചെയ്യും മാഡം? ഇതൊക്കെ ഒരു പ്രിന്റ് ഔട്ട് എടുക്ക്. നിങ്ങളാരാണ്? പോലീസ്. ആ, ഈ ഫോട്ടോയിലുള്ള പെൺകുട്ടികളോട് പഠിക്കുന്നുണ്ടോ ഇല്ലയോ? ഇൻഫർമേഷൻ വേണം. മാഡം, കോളേജിലെ ചില ബാച്ചേഴ്സ് എല്ലാം ഹോളിഡേയിലാണ്. അതുകൊണ്ട് ഇപ്പോൾ സ്റ്റുഡൻസ് എല്ലാം ഇവിടെ വളരെ കുറവാണ്. യെസ് മാഡം. ഈ പെൺകുട്ടി ഞങ്ങളുടെ കോളേജിലാണ് പഠിക്കുന്നത്. പേര് അർഷിത. ഞങ്ങളുടെ കോളേജ് ഹോസ്റ്റലിൽ തന്നെയാണ് താമസിക്കുന്നത്. സോ ആ പെണ്ണുണ്ടായിരുന്നത് ഈ മുറിയില. പേര് ഹർഷിത. ഈ പെൺകുട്ടി ഞങ്ങളുടെ കോളേജിലാണ് പഠിക്കുന്നത്. അവരുടെ പേര് മേഘ, മായ, ഛായ. ഇപ്പൊ അവർക്കൊക്കെ ലീവാണ് മാഡം. അടുത്ത ആഴ്ച കോളേജ് തുടങ്ങുള്ളൂ. പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ മെൻ നോട്ട് അലൗഡ്. അവൻ മാത്രം എങ്ങനെ അകത്ത് കിടന്നു? അഥവാ കേറിയെങ്കിലും കൊല നടക്കുമ്പം ശബ്ദം ഉണ്ടാക്കുമല്ലോ. മറ്റുള്ള മുറിയിലെ പെൺകുട്ടികൾ എന്തെടുക്കായിരുന്നു? കൊല ചെയ്യാനുള്ള റീസൺ എന്താ? ആ പെണ്ണ് ഒറ്റയ്ക്ക് കൊന്നിട്ടുണ്ടാവോ, അതോ മുറിയിലുണ്ടായിരുന്ന മറ്റുള്ള പെൺകുട്ടികളെല്ലാം ചേർന്ന് കൊന്നിട്ടുണ്ടാവോ? അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഉപയോഗിച്ച് കൊന്നിട്ടുണ്ടാവാം. കൺഫ്യൂസ്. 24-ാം തീയതി ഈ കല്യാണ മണ്ഡപത്തിൽ റിസപ്ഷൻ നടന്നിട്ടുണ്ട്. രാത്രി ഭക്ഷണം കഴിച്ച ഇലയൊക്കെ എടുത്ത് പുറത്തിട്ടിട്ടുണ്ട്. 25-ാം തീയതി കോർപ്പറേഷനിൽ നിന്ന് വന്ന് കുപ്പത്തൊട്ടി ക്ലീൻ ചെയ്തിട്ടുമില്ല. 25-ാം തീയതി കല്യാണം നടന്നിട്ടുമില്ല. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച ഇലകളൊക്കെ 2-3 മണിയായപ്പം വീണിട്ടുണ്ടാവും. കല്യാണ മണ്ഡപം കാലിയായി. 25-ാം തീയതി കുപ്പത്തൊട്ടി ക്ലീൻ ചെയ്തിട്ടുണ്ടാവണം. ബട്ട് BBMP ലേബർ സ്ട്രൈക്ക് ആയതുകൊണ്ട് ബാംഗ്ലൂരിലെ റോഡ് മുഴുവനും 12 ദിവസം കുപ്പത്തൊട്ടിയായി. ആ സമയത്താണ് കല്യാണ മണ്ഡപത്തിന്റെ ഓണർക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായത്. BBMP-കാർക്ക് കാശ് കൊടുക്കാത്തത് കൊണ്ട് 3 ദിവസം സ്ട്രൈക്ക് അവസാനിച്ചതുമില്ല. നാറി പുഴുത്തതിന് ശേഷമാണ് ക്ലീൻ ചെയ്തത്. 25-ാം തീയതി കോളേജ് അവസാനിച്ചു. 25-ാം തീയതിക്ക് ശേഷം ഹോളിഡേയ്സ് ആണെന്ന് അനൗൺസ് ചെയ്തു. ചിലരൊക്കെ അന്ന് തന്നെ നാട്ടിലേക്ക് പോവുകയും ചെയ്തു. ചിലരൊക്കെ 25-ാം തീയതി, അതായത് നെക്സ്റ്റ് ഡേ നാട്ടിലേക്ക് പോയി. അങ്ങനെയെങ്കിൽ ഈ കൊല 24-ാം തീയതി നടന്നിട്ടുണ്ടാവും. കൊല നടന്നപ്പം വഴക്കുണ്ടായിട്ടുണ്ട്. റൂമിൽ വലുതായിട്ട് ആരും ഇല്ലാത്തത് കൊണ്ട് ആരും അറിഞ്ഞില്ല. അതുകൊണ്ടായിരിക്കാം ശബ്ദം ആരും കേൾക്കാതെ പോയത്. ആരും അറിയാതെ പോയതിന്റെ മെയിൻ റീസൺ 24-ാം തീയതി ആ കല്യാണ മണ്ഡപത്തിൽ നടന്ന റിസപ്ഷൻ. ആ റിസപ്ഷനിലുണ്ടായിരുന്ന ഓർക്കസ്ട്രയുടെ സൗണ്ട് കാരണം ഈ വഴക്കിന്റെ ശബ്ദം ആരും കേട്ടില്ല. അന്ന് കൃത്യസമയം നോക്കി കല്യാണ മണ്ഡപത്തിലെ ലൈറ്റ്സ് ഒക്കെ ഓഫ് ചെയ്തതുകൊണ്ട് ആരും കാണാതെ ആ ഡെഡ് ബോഡി എടുത്തോണ്ട് വന്ന് കുപ്പത്തൊട്ടിക്കകത്തിട്ട് അതിന്റെ മുകളിൽ എച്ചിലയിലിട്ട് മൂടുകയും ചെയ്തു. അതാണ് സംഭവിച്ചത്. അപ്പൊ ആ കൊന്നവള് തീർച്ചയായും മാംഗ്ലൂർ. മൈസൂർ. സാമ്രാട്ട് നഗർ. ഹാസ്ന. MMCH. മേഘ, മായ, ഛായ, ഹർഷിത. ഭാവിയെക്കുറിച്ച് ഞാൻ പറയാന്ന് പറഞ്ഞില്ലേ? ഭൂതം, ഭാവി, വർത്തമാനം. ഭാവി എപ്പോഴും നമ്മുടെ കയ്യിലായിരിക്കും സർ. അതിന്റെ ഒരു ഉദാഹരണമാണ് ഞാൻ. നിങ്ങളെപ്പോലുള്ളവർക്ക് സർക്കാരിന്റെ പുതിയ പുതിയ ഉത്തരവുകളെ കുറിച്ച് മാത്രമേ ഓർമ്മയുണ്ടാവുകയുള്ളൂ. ഒരു തവണയെങ്കിലും നമ്മുടെ നാടിന്റെ ചരിത്രം ഒന്ന് വായിച്ചു നോക്കണം സർ. സ്ത്രീകളുടെ അച്ചീവ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാവും.
1980 പെൺകുട്ടികൾ വീട് വിട്ട് പുറത്തേക്ക് വരാറേയില്ല. 1990 തുണി കൊണ്ട് മുഖം മറച്ച് നടന്ന കാലമായിരുന്നു അത്. 1995 ജീൻസ് ആൻഡ് ടീഷർട്ട്. 2000-ൽ നിക്കർ വന്നു. 2005 ലവ് ഫെയിലിയർ. ലവേഴ്സിന്റെ എണ്ണം കൂടി. പെൺകുട്ടികൾ സൂസൈഡ്. 2010 ആൺകുട്ടികൾ സൂസൈഡ്. 2015 എതിർത്ത് പോരാടാനുള്ള വിൽ പവർ. 2018 പെൺകുട്ടികൾ കാരണം ക്രൈംസ്. പെൺകുട്ടികൾ കാരണം മർഡേഴ്സ്. കൊല ചെയ്യാനുള്ള കാരണം ആരാ ചെയ്തത്, ആരാ ചെയ്യിച്ചത്? ഈ അലർജി, ലവ്, ഇത് രണ്ടും വരാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട മാഡം. കാരണമില്ലാതെ എന്തിനാ കൊല ചെയ്തത്? 9 മാസത്തിന് ശേഷം ഒരാൾ ജനിക്കുന്നത് മാഡം. മാനാഭിമാനമുള്ള ആരും ഇങ്ങനെയൊന്നും ചെയ്യില്ല. താൻ സ്നേഹിക്കുന്ന പെണ്ണ് നല്ലവളായിരിക്കണമെന്നല്ലേ എല്ലാ ആണുങ്ങളും ആഗ്രഹിക്കാറുള്ളത്? എന്തുകൊണ്ടാ? ഒരു പെൺകുട്ടി ചീത്തയായ സ്റ്റെതസ്കോപ്പ് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്താ അറിയില്ല മാഡം. ഈ പെൺകുട്ടികളുണ്ടല്ലോ, മണ്ണെണ്ണ സ്റ്റൗ പോലെയാ മാഡം. അളവിൽ കൂടുതൽ പമ്പ് ചെയ്താലുണ്ടല്ലോ പൊട്ടിത്തെറിക്കേയുള്ളൂ. പമ്പ് ചെയ്തത് ആരാണ്? അറിയാത്ത കാര്യങ്ങൾ ചോദിച്ചാൽ പെൺകുട്ടികൾ മിണ്ടാതിരിക്കും, എന്നാൽ ആൺകുട്ടികളോ ഭ്രാന്തമാരെ പോലെ ചിരിക്കും. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ ആരാണ് കാരണം? ചിലർക്ക് പ്രണയം എന്ന് പറഞ്ഞാൽ സംശയമാണ്. മറ്റു ചിലർക്ക് നല്ലൊരു ബന്ധവും. വേറൊരു കൂട്ടർക്ക് ലോക്കൽ സെന്റിമെന്റ്സ്. എന്നാൽ ഞങ്ങളെ പോലെയുള്ള പെൺകുട്ടികൾക്ക് അതൊരു സുന്ദരമായ ലോകമാ. ആ ലോകത്തിലേക്ക് ആരും ഒരാൾ അറിയാതെ കയറി വന്നു. ഞങ്ങളാരും കാശുള്ള വീട്ടിലെ കുട്ടികളല്ല മാഡം. എന്റെ നാട് തഞ്ചാവൂരാ. അച്ഛനൊരു പാവം കർഷകനും. എനിക്ക് പഠിക്കാനൊക്കെ വളരെ ഇഷ്ടമാണ്. എന്റെ നാട് കോയമ്പത്തൂരാണ്. അച്ഛനും അമ്മയ്ക്കും പച്ചക്കറി കച്ചവടമാണ്. ഒരാൺകുട്ടിയെ പോലെയാണ് എന്നെ വളർത്തിയത്. ഞാൻ ചെന്നൈയിലാണ് താമസം. എന്റെ അച്ഛനും അമ്മയും ടീച്ചേഴ്സാണ്. ഒരൊറ്റ സഹോദരൻ. അവനെ ലാളിച്ചാണ് വളർത്തിയത്. മാംഗ്ലൂർ വളരെ മനോഹരമായ സിറ്റിയാ. അച്ഛൻ PWD ഉദ്യോഗസ്ഥനാ. എന്റെ സന്തോഷമാണ് അവരുടെയും സന്തോഷം. ഞാനൊരു ഫ്രീ ബേർഡ് ആയിരുന്നു മാഡം. ചീപ്പാണെന്ന് വിചാരിച്ചോ? ഞാനൊരു തമാശ പറഞ്ഞല്ലേ. കൈതാ. ചോക്ലേറ്റ് വേണോ? നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് കഴിച്ചാലോ? ബൈ. മേഘ, ആ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നമ്മൾ രണ്ടുപേരാണ് കല്യാണം കഴിക്കാൻ പോകുന്നത്. ആ അത് മാത്രമല്ല, നീ നാളെ ചെന്നൈക്കും പോകാൻ പോവാണ്. പോകുന്നത് വരെയും നമ്മൾ രണ്ടുപേരും കൂടി നിന്റെ വീട്ടിലിരിക്കുകയാണെങ്കിൽ അച്ഛനോട് പറഞ്ഞേക്ക്. വേണ്ട മോളെ, നമുക്ക് രാവിലെ ബസ് സ്റ്റാൻഡ് വെച്ച് കാണാം. ബൈ. I'm Harshida from Tanjore. Hi, I'm Megha from Mangalore. Nice to meet you. Yeah. Hi. 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 I am Mala. I am from Chennai. Megha. Mangalore. Hello. I'm Harshida. Hi. Hello. Hello. Hi. Hi. Hi, I am Chaya. ഈ 5 സ്റ്റാർ ഹോട്ടലിലെല്ലാം ഭയങ്കര വലിയ ബെഡാണ്. അതിൽ 4 പേരും കൂടി ഒന്നിച്ച് കിടക്കുകയാണെങ്കിൽ എന്തൊരു രസമായിരിക്കുന്നറിയോ? അതെന്താ? അതെന്താണെന്നറിയോ? എന്റെ കാലെടുത്ത് മറ്റുള്ളവരുടെ ദേഹത്തിടാലോ. കാരണം ദിവസം എന്റെ അമ്മയെ കെട്ടിപ്പിടിച്ച് കിടന്നില്ലെങ്കിൽ എനിക്ക് ഉറക്കേ വരില്ല.
അങ്ങനെയെങ്കിൽ നിന്റെ അച്ഛന്റെ അവസ്ഥ എന്തായിരിക്കും? അത് നേരല്ലേ, പാവം എന്റെ അച്ഛൻ. എടി വേഗം കല്യാണം കഴിച്ചോ? കറക്റ്റ്. ഈ കുളിക്കണമെന്ന് തോന്നുന്ന മനസ്സ്, കല്യാണം കഴിക്കേണ്ട വയസ്സ് എല്ലാം കൃത്യസമയത്തിന് ചെയ്യണം. അല്ലെങ്കിലുണ്ടല്ലോ ആ ശക്തിയും യുക്തിയും ഒക്കെ അങ്ങ് പോകും. ഹോസ്റ്റലിലെ ആഹാരം കഴിക്കാനേ കൊള്ളില്ല. നിനക്കെന്തടി, നീ എന്തിനു വിഷമിക്കുന്നേ? എന്ത് കഴിച്ചാലും ഡൈജസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടല്ലോ. കൊള്ളാം. ഈ പെൺകുട്ടികൾ സ്കൂട്ടി വിറ്റിട്ട് ആക്റ്റീവ വാങ്ങിയപ്പോഴേ മനസ്സിലായി പട് കിളവികളായെന്ന്. അവർക്ക് ചെറിയ സ്ഥലമൊന്നും വേണ്ടെന്ന്, ഇരിക്കാൻ വലിയ സ്ഥലം വേണമെന്നാ പറയുന്നത്. ഈ സീറ്റ് എന്ന് പറഞ്ഞാലേ കോർപ്പറേഷന്റെ സീറ്റാ ഉദ്ദേശിക്കുന്നത്. അകത്ത് അത്യാവശ്യത്തിന് പോണവരെ കഥകിൽ മുട്ടി മുട്ടി വിളിച്ചെഴുന്നേൽപ്പിക്കണ്ടേ. ഓ, നീ എപ്പോഴാ ചെന്നൈ കോർപ്പറേഷൻ ടോയ്ലറ്റിൽ പോയത്? ആഹാ, നീ മറന്നുപോയോ? നീയല്ലേ ബക്കറ്റും വെള്ളം കൊണ്ടുപോയി കൊടുത്തത്? ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. സിറ്റ് ഡൗൺ. ഞാൻ നിങ്ങളോട് എല്ലാവരോടുമായി ഒരു സന്തോഷ വാർത്ത പറയാം. ഈ വർഷത്തെ വിദ്യാർത്ഥികളുടെ കഴിവ് കണ്ടുപിടിച്ച് അവരെ പ്രോത്സാഹിപ്പിച്ച് വിജയിപ്പിക്കാൻ വേണ്ടി മനോഹരമായൊരു പ്രോഗ്രാം ഈ കോളേജിൽ നടത്തി അതിൽ വിജയികളാകുന്നവരെ തിരഞ്ഞെടുത്ത് നമുക്കവരെ പ്രോത്സാഹിപ്പിക്കാം. ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ അവരുടെ പേര് നൽകണം. മാത്രമല്ല അതിനുള്ള പ്രാക്ടീസും ചെയ്തിരിക്കണം. നമുക്ക് എന്ത് പ്രോഗ്രാം ചെയ്യാടി? എന്തെങ്കിലും ഒന്ന് കാണിച്ചിട്ട് പാടി. നമ്മൾ എന്ത് കാണിച്ചാലും തന്നെ നമ്മുടെ കുട്ടികളുണ്ടല്ലോ, അവന്മാര് വിടില്ല. അവന്മാര് കൈയടിച്ച് വെറുതെ പോവും. അച്ഛന്റെ ഫേസ്ബുക്കിലുണ്ടല്ലോ, അച്ഛനൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ട് 3 കൊല്ലായി. ഇതുവരെ ഒരു കമന്റും ഇല്ല, ഒരു ലൈക്കും ഇല്ല. അത് മാത്രമല്ല, അമ്മയുടെ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാ എന്തുമാത്രം ലൈക്കും കമന്റും അറിയോ? അമ്മമാര് കിളവികളെ പോലും വെറുതെ വിടില്ല. പിന്നെ നമ്മുടെ കാര്യം പറയണോ? ശരിയാ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നാളെ ഈവനിങ് വരെ സമയമില്ലേ? ആ, അത് നേരാ. വാ. എനിക്ക് മാല പറയുന്നേക്ക് വേഗം എഴുന്നേക്ക്. എഴുന്നേക്ക്. ഹലോ അച്ഛാ, നിങ്ങൾ പൊക്കോളൂ, ഞാൻ വന്നേക്കാം. ശരിടി. അച്ഛാ കേൾക്കുന്നുണ്ടോ? എന്തായി? കോളേജിൽ കയറാൻ സമയായി, അകത്തേക്ക് എടാ, നിനക്ക് നോക്കിയും കണ്ടു പോയിക്കൂടെ? നിനക്ക് നോക്കി ഇങ്ങോട്ട് നടന്നുകൂടായിരുന്നോ? ചവിട്ടി നിന്റെ ചങ്ക് പൊടിച്ചോളേ ഞങ്ങള്. റൗഡിസം കാണിക്കല്ലേ? ചോദിക്കാനും പറയാൻ ആരും ഇല്ലെന്ന് വിചാരിച്ചല്ലേ? നിനക്കെന്തെങ്കിലും പറ്റിയാലേ നിന്റെ കൂട്ടുകാരെല്ലാരും വരും. ഇവക്ക് എന്തെങ്കിലും പറ്റിയാ ആരും വരില്ലെന്ന് കരുതിയല്ലേ? എടാ, ഈ മുട്ടിയും തട്ടിട്ട് പോകുന്ന കാലം ഉണ്ടല്ലോ, അതെല്ലാം പോയി അറിയോ? ഇടിച്ചുണ്ടല്ലോ നിന്റെ ഷേപ്പ് മാറ്റിക്കളയും. നിന്നെ ഉണ്ടല്ലോ ഉരുട്ടിയരച്ച് വെണ്ണയാക്കും. നോക്കിയും കണ്ട് നടന്നാ കൊള്ളാം. നീ എന്റെ നെഞ്ചിൽ ചവിട്ടിയല്ലേടി. ഞങ്ങൾ നിന്നെയൊക്കെ സുഖിപ്പിക്കാൻ വേണ്ടി വന്നതാടി ഇവിടെ. നീ ഇപ്പോ ഒന്ന് വിളിച്ചു നോക്ക്, ഈ കോളേജിലെ പെമ്പിള്ളേർക്ക് വരുമോന്നറിയാമല്ലോ. വാടി, വരാൻ പറഞ്ഞില്ലേ?
ഇവന്മാരുടെ ലീഡർ ഇവിടെ. എടി വിട്ടേക്കാവും പോയി കാണാം, അവന്റെ പുറം പോണ്ട. മാം എങ്ങനെ അറിഞ്ഞു കഴിഞ്ഞ ആരെങ്കിലും പറഞ്ഞാലല്ലേ അറിയുള്ളൂ. വാടി, റിഹേഴ്സലിന് പോവാം. ഇപ്പോ ഞാനൊരു സ്ക്രിപ്റ്റ് പറയാൻ പോവാം. താങ്ക് യു. ഇപ്പോ പെൺകുട്ടികൾ കള്ളം പറയുന്നത് എങ്ങനെയാണെന്ന് പറയട്ടെ. Okay. ഞാൻ പ്രോമിസ് ആയിട്ട് പറയാടാ. എനിക്ക് സത്യമായിട്ടും അറിയില്ലടാ. അയ്യോ പാവം. ആക്ച്വലി ഞാൻ നിന്നെയാണ് ആദ്യമായിട്ട് സ്നേഹിച്ചത്, അറിയോ? എന്റെ മൊബൈലിൽ ഒട്ടും ബാലൻസ് ഇല്ലടാ. നീ ഇല്ലെങ്കി ഞാൻ ചത്തോളെ, അറിയോ? ഇതുവരെ ഞാൻ നിന്നെ കുറിച്ച് മാത്രമേ ഓക്കെ ഫ്രണ്ട്സ്, ഒരു 5 മിനിറ്റ് ബ്രേക്ക്. നമുക്കൊരു കാപ്പി കുടിച്ചിട്ട് വരാം. എവിടേക്കാ പോണേ കോഫി കുടിക്കാൻ? ഞാൻ ആ കോളേജ് ക്യാൻറ്റീനിലേക്ക് വരില്ല, പറഞ്ഞേക്കാം. ശരി, ഇപ്പൊ എവിടെ പോകാന്ന് പറ. എവിടെ പോവാ? ഹേ, ഇവിടെ പുറത്ത് എവിടെങ്കിലും ഒരു കോഫി ഷോപ്പ് ബേക്കറി ഉണ്ടാവും, നമുക്ക് അവിടെ പോയല്ലോ. ഓക്കെ. എന്താ വേണ്ട മാഡം? ഐ വോണ്ട് കോഫി. 4 കോഫി ഇട്ടോ. ഓക്കെ. കുട്ടികൾ എന്തൊക്കെയോ റിഹേഴ്സൽ ചെയ്തോണ്ടിരിക്കുക. എടാ അതിങ്ങ ആരൊക്കെ എന്തൊക്കെ പ്രോഗ്രാമാ ചെയ്യാൻ പോകുന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടോ? ജയിക്കുന്നവർക്ക് പ്രൈസ് ഉറപ്പാണ്. പക്ഷെ തോൽക്കുന്നവര് ഇവിടെ ഒത്തുകൂടിയിട്ട് പൊളിറ്റിക്സ് ഉണ്ടാക്കാൻ പാടില്ല, കേട്ടല്ലോ? പൊളിറ്റിക്സ് എന്ന് വെച്ചാൽ എന്താ സാർ? പോളിറ്റിക്സ് എന്ന് വെച്ചാ നിന്റെ ഭാര്യനെ നീ വിട്ടിട്ട് വാ, എന്റെ ഭാര്യനെ ഞാൻ വിട്ടിട്ട് വരാന്നർത്ഥം. Shut up. നാളെ സ്റ്റേജില് എന്താ കാണിക്കാൻ പോകുന്നതെന്ന് ഞാനൊന്ന് കാണട്ടെ. എനിക്കൊരു സംശയം. എന്താടി? അതെ, മാരേജിലെ ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് മാരേജ് ആണോ നല്ലത്? എന്തിനാ? ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ നീ? അങ്ങനെയൊന്നുമില്ല, ഞാൻ ചുമ്മാ ചോദിച്ചതാ. ഈ മാരേജ് എന്ന് പറയുന്നുണ്ടല്ലോ ഒരു ഫാൻസി വേൾഡാ. ഈ അച്ഛനെയും അമ്മേനെയും നോക്കാൻ ബുദ്ധിമുട്ടുള്ള മക്കളെ അവരുടെ അച്ഛനെയും അമ്മേനെ നോക്കാനായിട്ട് കല്യാണം കഴിച്ച ഒരു പെണ്ണിനെ ജോലിക്കാരിയായിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരും. അതിന്റെ പേരാ മാരേജ്. ഹർഷിത എവിടെയാ? അവള് ചെന്നൈ കോർപ്പറേഷൻ ടോയ്ലറ്റ് തേടി പോയിരിക്കുക. എന്തിനാ? എന്ത് പറ്റി? രാത്രി വയറ് മുട്ട തിന്നിട്ടുണ്ടാവും, അതിന്റെ ഫലമായിരിക്കും ഇത്. എടി, അവളോട് സൂക്ഷിച്ചു പോകാൻ പറയണം. അവിടെ CCTV ക്യാമറ ഉണ്ടായിരിക്കും. നീ എന്ത് പറഞ്ഞാലും ഞാൻ മേടിച്ചു തരാം. ഗുരു, ലുക്ക്. ഒരു കാര്യം പറയട്ടെ, ഈ ആൺകുട്ടികളെയും പട്ടികളെയും അതായത് തുറിച്ചു നോക്കിയാലുണ്ടല്ലോ എന്താ സംഭവിക്കാന്നറിയോ? എന്നാ കേട്ടോ, ഇങ്ങനെ മൂലക്കിരുത്തികളെയും. നിനക്ക് ഒരു സിം മാത്രം ഉണ്ടായാ പോരാ. ഈ ഷെയർ മാർക്കറ്റ് മാറി ഒരു 4-5 എണ്ണം വാങ്ങി വെച്ചേക്ക. ഒരു ഷെയർ താഴെ വീണാലും മറ്റൊരിടത്ത് അത് ഏറി നിൽക്കും. മാത്രമല്ല, ഈ ചെറുക്കനെ മാത്രം വിശ്വസിച്ചിരിക്കരുത്. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് കണ്ണോടിക്കണം കേട്ടോ മോളെ. ഈ ആൺകുട്ടികളുണ്ടല്ലോ എല്ലാവരും ചൈന മോഡലാ. എപ്പോഴാ ചതിക്കാന്ന് പറയാനേ പറ്റില്ല. നോ ഗ്യാരണ്ടി, നോ വാറന്റി. സൂക്ഷിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞത് കേൾക്ക്. എടി, ഞാൻ 100% സത്യം പറയുന്നേ. നല്ല കാശുണ്ട് വിത്ത് GST. ഓ, എന്റെ പ്രേമം നശിപ്പിച്ചപ്പോ സമാനമായല്ലോ അല്ലേ? ഒരു ഡയറി മിൽക്ക് ചോക്ലേറ്റ് തരൂ. നിങ്ങൾ മാത്രമേ വന്നല്ലോ, കൂടെ ഫ്രണ്ട്സിനെ ആരെയും കാണുന്നില്ലല്ലോ. കോളേജ് ഡേ ഫംഗ്ഷന് റിഹേഴ്സൽ ചെയ്തോണ്ടിരിക്കാം. നിങ്ങൾക്കോ? ഞാനിപ്പോ പോകും. ഓഹോ.
ഈ സ്റ്റെപ്പ് ഒക്കെയാണോ? ഒരു മിനിറ്റ് ഞാനിപ്പോ വരാം. ശരി, പോയിട്ട് വാ. എന്നാ ഇത് മതി. എന്നാ നിങ്ങ പോക്കോ, ഞാനിപ്പോ വരാം. ആ, ശരി, ശരി, വേഗം വരണേ. വരണേ. അന്നായിരുന്നു അവസാന ദിവസം. ഞങ്ങളുടെ പുഞ്ചിരി, സന്തോഷം, എൻജോയ്മെന്റ് എല്ലാം. എനിക്ക് അവനെ വളരെ ഇഷ്ടമായിരുന്നു. പക്ഷെ കല്യാണം കഴിക്കാൻ ആഗ്രഹമില്ലായിരുന്നു. മാഡം, ഇവർ രണ്ടുപേരും സ്നേഹിച്ചിരുന്ന കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു മാഡം. അറിയുന്നതിന് മുമ്പ് അവൻ ഇവളുടെ വയറ്റിൽ ഒരു കുഞ്ഞിനെ കൊടുത്തിരുന്നു മാഡം. പിന്നെയാ ഞങ്ങൾ അറിഞ്ഞത്. എന്നെ കല്യാണം കഴിക്കാൻ ഞാൻ കെഞ്ചി പറഞ്ഞതാ, എന്നാൽ അവൻ സമ്മതിച്ചില്ല. ഫ്രണ്ട് എങ്ങനെ വിടാൻ പറ്റും മാഡം? വീട്ടിലുള്ളവരോട് പറയാൻ പറ്റാത്തത് കൂട്ടുകാരോടല്ലേ മാഡം പറയാൻ പറ്റൂ? അവന്റെ അടുത്ത് പോയി. ഇതുവരെ ഞങ്ങൾ അച്ഛന്റെ അമ്മയുടെ കാലെ പോലും വീണിട്ടില്ല. അവന്റെ കാല് വീണ് യാചിച്ചു മാഡം. അതിനവൻ പറഞ്ഞ ഉത്തരം എന്താണെന്ന് അറിയോ മാഡം? ഈ തെരുവിലുള്ള പട്ടികൾക്കൊക്കെ അവറ്റകളുടെ അച്ഛനമ്മ ആരാണ്, ഭാര്യ ആരാണെന്നൊക്കെ അറിയോ? ഒരു പട്ടി മറ്റൊരു പട്ടിയെ കാണുന്നു, ഇഷ്ടപ്പെട്ടാലോ അതിന്റെ കൊതി തീർക്കും. അതിന്റെ ആവശ്യം കഴിഞ്ഞോണ്ട് അത് തിരിച്ചു പോവുകയും ചെയ്യും. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്നറിയോ? ഇങ്ങനെ നോക്കുമ്പോ ഞാനും ഇതുപോലെയുള്ള ഒരു പട്ടിയാണെന്ന് സാരം. ഞാൻ കുരച്ചപ്പോ ഇവള് വാലുവാട്ടി കൊണ്ടുവന്നു. എന്നെ ഇവളുടെ വയറ്റിലെ കൊച്ചിന്റെ അച്ഛനാണെന്ന് പറഞ്ഞാ ഞാൻ എത്ര കൊച്ചുങ്ങളുടെ അച്ഛനാവേണ്ടി വരും? നിങ്ങളുടെ കോളേജിലെ ഓരോ ക്ലാസ്സിലെയും 2 കൊച്ചുങ്ങളുടെ അച്ഛനാവേണ്ടവനാണ്. അന്ന് പറഞ്ഞിരുന്നല്ലോ നിങ്ങളെ ഞാൻ ചേട്ടനെ പോലെ കാണുന്നതെന്ന്. അതൊന്നും ഞാൻ മറന്നിട്ടില്ല. ഇപ്പോഴൊക്കെ ചേട്ടനും അനുജത്തിയും എന്നൊക്കെ മറന്നിട്ട് ഒരുമിച്ച് ജീവിക്കുന്നൊക്കെ കേൾക്കുന്നല്ലോ. അങ്ങനെയാണോ? എന്നേക്കാളും അതൊക്കെ നിങ്ങളല്ല അറിഞ്ഞിരിക്കേണ്ടത്. കാരണം നിങ്ങളൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ളവരല്ലേ. ഇനി ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഈ 3 അനിയത്തിമാരിൽ ഞാൻ ആദ്യം ആരുടെ ചേട്ടനാവേണ്ടത്? ഇനി 3 പേർക്ക് ഓക്കെ ആണെങ്കിൽ ഐ ആം ഓക്കെ. ഒരു ബന്ധത്തിന് സെക്സ് ആണ് പ്രധാനമെങ്കിൽ അവനെ കൊല്ലുന്നതിൽ തെറ്റില്ല മാഡം. ആവേശത്താൽ എടുത്തു ചാടലെന്ന് കരുതി കൺട്രോൾ ചെയ്തു. കുറച്ചുകൂടെ പരിശ്രമിച്ച് അവനെ കൂടി സമ്മതിപ്പിക്കാന്ന് കരുതിയത് വേസ്റ്റായി. ഇവള് മരിച്ചു കഴിഞ്ഞാൽ ഇവളെ കണ്ടുപഠിച്ച് മറ്റുള്ളവരും അങ്ങനെ ആകുമെന്ന് കരുതി അതിന് സമ്മതിക്കാതെ ഞങ്ങൾ അവളെ ഉപദേശിച്ച് മാറ്റിയെടുത്തതാണ് മാഡം. ഞാൻ മരിച്ചില്ല മാഡം, അവന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ബൈ കൂട്ടുകാരെ, നമുക്ക് വീണ്ടും കാണാം കേട്ടോ. നിങ്ങളാരും ഒന്ന് പോവില്ലേ? രാത്രിയിലത്തെ ട്രെയിൻ ഞാൻ ബുക്ക് ചെയ്തിരിക്കുക. വരട്ടെ. എന്റെ അച്ഛൻ വന്നിട്ടുണ്ട്, ഞാൻ പോവാണേ. എല്ലാവർക്കും എത്ര സന്തോഷായിരുന്നു. നീ അവനെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ മാത്രല്ലേ തെറ്റ് ചെയ്തത്? ഇത് എന്ത് തെറ്റ് ചെയ്തു? അവന് സമ്മതമല്ലെങ്കിൽ വേറൊരു മാർഗവും ഇല്ല. വേണ്ടെന്ന് വെക്കാം.
ഹലോ ഹലോ ആ അർജന്റായിട്ട് എനിക്ക് നിന്നെ ഒന്ന് കാണണം. നിന്നോടൊന്ന് സംസാരിക്കണം. എന്താ കാര്യം? അതൊന്നും ഫോണിൽ പറയാൻ പറ്റില്ല മോളെ. നീ നേരിട്ട് ഒക്കെ പറയാം. എവിടേക്കാ വരേണ്ടത്? ഈ സമയത്ത് നീ വരണ്ട, ഞാൻ തന്നെ വന്നോളാം. ഉം. എന്നോട് ദേഷ്യമാണോ? എന്താ കാര്യം? അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ നിന്നോട് എന്തൊക്കെയോ അങ്ങനെയൊക്കെ പറഞ്ഞുപോയി. അതിനുവേണ്ടി ഇങ്ങനെ ദേഷ്യപ്പെടുക? നീ ഇങ്ങനെ മിണ്ടാതിരുന്ന എനിക്ക് സഹിക്കൂല മോളെ. നിന്നെ എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ നിന്നെ വിളിക്കുമായിരുന്നോ? ഐ എം സോറി. ഐ ലവ് യു പൊന്നു. റിയലി ഐ ലവ് യു മുത്തേ. പ്ലീസ് എന്നെ ചതിക്കരുത്. ഞാൻ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു. എനിക്ക് അച്ഛനും അമ്മയും ആരും വേണ്ട. എനിക്ക് നീ മാത്രമേ വേണ്ടൂ. ഐ ലവ് യു. ഐ ലവ് യു സോ മച്ച്. എന്തായാലും നീ കോളേജ് ഹോളിഡേയ്സിന് നാട്ടിലേക്ക് പോവല്ലേ, അതുകൊണ്ട് എന്നും ഓർമ്മിച്ചിരിക്കാൻ നിന്റെ കൂടെ ഒന്ന് കൂടാൻ സമ്മതിച്ചാ എനിക്ക് സന്തോഷാവൂലേ? നീ ഇത്രയ്ക്ക് മോശപ്പെട്ടവനാണോ? അയ്യേ, ഇതിൽ എന്ത് തെറ്റാ നീ കണ്ടത്? എന്തായാലും നീ നാട്ടിലേക്ക് പോകാൻ പോവല്ലേ, അതിനു മുൻപ് ഒരേ ഒരു പ്രാവശ്യം, ഒരിക്കലും മാത്രം മുത്തേ. വേണ്ട. പ്ലീസ് ആദ്യം നീ പോ. ഔട്ട് പ്ലീസ്. ഔട്ട്. ഒരു പ്രാവശ്യം, ഒരേ ഒരു പ്രാവശ്യം. ഞാൻ ഒച്ചയെടുത്ത് ആളെ വിളിക്കും. വേണ്ട. ഞാൻ ആരോട് നിങ്ങളോട് പോവാനാ പറഞ്ഞേ. എനിക്ക് പിന്നെ നിങ്ങളെ ഒരിക്കലും കാണണ്ട. നിന്നെ ശല്യം ചെയ്യില്ല. എന്താന്നറിയില്ല, നിന്റെ കോളേജില് എല്ലാരും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ നിന്നെ മാത്രം എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. വേണ്ടത് പറയല്ലേ. Please, ഒരു പ്രാവശ്യം, ഒറ്റൊരു പ്രാവശ്യം. ആരെങ്കിലും വായോ. അതുകൊണ്ടല്ലേ ചക്കരെ. എടി, അവിടെ നിൽക്കുക. പൊന്നു, പ്ലീസ് പൊന്നു, ഞാൻ പറയുന്ന കേക്ക്. ഈ പ്രാവശ്യം മാത്രം. പിന്നെ ഞാൻ ഒരിക്കലും നിങ്ങളുടെ വരില്ല. എടി, ഞാനൊരു റേപ്പിസ്റ്റ് അല്ലടി, നിന്റെ ലവറാടി. ഒരു പ്രാവശ്യം സമ്മതിക്കടി പ്ലീസ്. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങോട്ട് വാ. പറയുന്ന കേക്ക്. ഹർഷിത, രക്ഷിക്കണേ പ്ലീസ്. മിണ്ടാതെ കിടക്ക്. ഹർഷിത, അർപ്പിത, വേണ്ടാന്നല്ലേ പറഞ്ഞത്. കഥക് തുറക്ക്. അർപ്പിത, വാതിൽ തുറക്ക്. ഒരിക്കലും മുത്തേ. എന്നോട് പലിശ ചോദിക്കുന്നല്ലേ? പലിശ, മഹാഭാവികളെ. എടി മാലെ, ഈ കത്തിയും കൊടുവാളൊന്നും വേണ്ടടി. നമുക്ക് വല്ല ഡാൻസും കളിച്ചാ പോരെ? അത് നീ തിരിച്ചു കൊടുത്തില്ലായിരുന്നോ? ഞാൻ മറന്നുപോയി. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇതെങ്ങനും പുറത്തിറങ്ങിയ അച്ഛനും അമ്മയ്ക്കും അല്ല നാണക്കേടാവില്ലേ? ഇതിനു ശേഷം നമ്മൾ ജീവനോടെ ഇരിക്കുന്നതിൽ നല്ലത് ചാകുന്നതാണ്. ഈ കാര്യം പുറത്തറിഞ്ഞ
ഈ കൊലയ്ക്ക് കാരണം ഇവള് മാത്രമാണെന്ന് പറയാണോ നീ? നമുക്കോ ഇതിനും യാതൊരു ബന്ധമില്ലെന്നാണ് പറയുന്നത്. എനിക്ക് വേണ്ടിയായിരുന്നു ഇതെല്ലാം. ഇതിനെല്ലാം കാരണം ഞാൻ തന്നെയാ. ഇതിനു വേണ്ടി നിങ്ങളുടെ ജീവിതം കളയരുത്. രാവിലെ എഴുന്നേറ്റ ഉടനെ മെസ്സേജ് അയക്കുക, കോളേജിൽ കറങ്ങുക, ഈവനിങ് സ്നാക്സ് കഴിക്കാൻ പോവുക, സിനിമയ്ക്ക് പോവുക, സന്തോഷിക്കുക, ഇത്രേ ഉള്ളൂ. ഇതിന് മാത്രമേ ഉള്ളൂ ഫ്രണ്ട്ഷിപ്പ്. നിന്റെ കൂടെ ആരൊക്കെ ഉണ്ടാവും എനിക്കറിയണ്ട, പക്ഷെ ഞാനുണ്ടാവും. ഈ കൊലപാതകം നമുക്ക് മറയ്ക്കാം. നമുക്ക് ഈ ബോഡി മറവ് ചെയ്യാം. ശരി, ഇപ്പൊ ഈ ശവം എന്താ ചെയ്യാ? മണ്ഡപത്തിന്റെ അടുത്തൊരു കുപ്പത്തൊട്ടിയുണ്ട്. നമുക്ക് എന്തായാലും ഒരു ചാക്ക് എടുത്തോണ്ട് വന്ന് ഈ ശരീരം കെട്ടിപ്പൊതിഞ്ഞു വെക്കാം. റിസപ്ഷൻ അരമണിക്കൂർ തീരും. അരമണിക്കൂർ കഴിയുമ്പോൾ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്യും. ഇല്ല, 3 മണി കഴിയുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ മേജർ ലൈറ്റ്സും ഓഫ് ആവും. നാളെ രാവിലെ മുഹൂർത്തം ഉള്ളതുകൊണ്ട് അവര് ലൈറ്റ് ഒന്നും ഓഫ് ചെയ്യില്ല. വെളുപ്പിന് 4 മണിക്ക് ആരെങ്കിലും ഒക്കെ എഴുന്നേക്കുമായിരിക്കും. 3:30 മുമ്പ് നമ്മൾ കുപ്പത്തൊട്ടിയിൽ ഇട്ടേ പറ്റൂ. ഇവിടെ അവിടെ തുടയ്ക്കാം. മതി, പതുക്കെ. എല്ലാവരുടെയും മൊബൈൽ എടുത്ത് വെള്ളത്തിലിടാം. ഇതായിരുന്നു ലാസ്റ്റ് സോങ്. എങ്ങനെ അറിയാം? റിസപ്ഷന്റെ സമയത്ത് അവസാനം ഈ സോങ് ആണ് പാടുന്നത്. മല, സമയം എന്തായി? സമയം 2:30 ആയി. മേഘ, കല്യാണ മണ്ഡപത്തിൽ എന്താണ് കണ്ടീഷൻ നോക്കിട്ട് വാ. എടി, നീ ചെന്ന് പുറത്ത് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്ക്. എങ്ങനെയുണ്ടടി? ആരുമില്ല, ഓൾമോസ്റ്റ് എല്ലാവരും ഉറങ്ങി. എല്ലാ ഡോറും ക്ലോസാ. എല്ലാരും ഉറങ്ങി. നമുക്ക് പോകാം. എന്തോ എനിക്ക് പേടി തോന്നുന്നു. ഏയ്, എന്ത് വന്നാലും വരണടുത്ത് വെച്ച് കാണാം. എന്തൊക്കെയായാലും നമുക്ക് ഫേസ് ചെയ്യാം. ഡോണ്ട് വറി. വേഗം എടുക്ക്. സമയം പോണോ? സൂക്ഷിച്ചു. നീ എന്നെ ഈ സമയത്ത് വിളിക്കുന്നേ? എന്താ കാര്യം? എന്താടാ? ഞാൻ എന്തായാലും നാട്ടിലേക്ക് വരാൻ പോവില്ലേ, പിന്നെന്താ? അയ്യോ, നിനക്ക് ഏത് നേരം ഇതാണോ? നീ ഒന്ന് ചുമ്മാതിരിക്കുന്നോ? ബൈക്ക് സൂക്ഷിച്ചു. ഈ ചപ്പൊക്കെ കുറച്ച് മാറ്റാം. വേഗം മാറ്റാം. എങ്ങോട്ടില്ല? ആരെങ്കിലും കാണും.
വാ വാ വേഗം വാ. ജീവിതം എന്നത് സുഖവും ദുഃഖവും ചേർന്നാണ് മോളെ വരുന്നത്. അച്ഛനും അമ്മയും ജോഡി, പാലും വെള്ളവും ജോഡി, സ്നേഹവും പ്രണയവും ജോഡിയാണ്. പലിശയും കടവും ജോഡി, ഗർഭപാത്രം അതും ജോഡി, ജനനവും മരണവും ജോഡി, പാപവും പുണ്യവും ജോഡി. ഇപ്പോ പിന്നെ പ്രേമവും കൊലയും അതും ഒരു ജോഡിയാണ്. വരുമ്പോൾ തനിച്ചായിരുന്നു, എന്നാൽ ഇപ്പൊ പോകുമ്പോ രണ്ടുപേരായി പോകുന്നു. അവനുണ്ടായിട്ടെന്താ? വിവേകാനന്ദൻ അവനാണോ? ഇത് തുടക്കം മാത്രമേ ഉള്ളൂ മോളെ. വെള്ളയുള്ളു, പപ്പായ, ടാബ്ലറ്റ്, ഇതിലെന്തെങ്കിലും കഴിച്ചു. അത് നമ്മളെ പോലെ പെൺകുട്ടിയായിരുന്ന ആൺകുട്ടിയോ പെൺകുട്ടിയോ അതിനെ അബോർഷൻ ചെയ്തു. അപ്പോ ഇതിന് കാരണക്കാരനായവനെ വെറുതെ വിടാൻ പാടുണ്ടോ മാഡം? ഭാഗ്യം അവിടെയായിരുന്നു കണ്ടോ മാഡം. കുപ്പത്തൊട്ടി ക്ലീൻ ചെയ്തുമില്ല, മുഖം തിരിച്ചറിയാനും പറ്റിയില്ല. ഇവർ രണ്ടുപേരും ആ പടം കാണാനൊന്ന് പോയില്ലായിരുന്നെങ്കിൽ യാതൊരു ക്ലൂവും കിട്ടില്ലായിരുന്നു. മനസ്സിലായോ? അയാൾ ഇതൊക്കെ ഓർമ്മിച്ച് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാകുന്ന ഞാനും കരുതിയില്ല. ആ ഒരു ക്ലൂ നിങ്ങൾക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ആർമിയിൽ നിന്നൊരു കമാൻഡോയെ കൂട്ടിയിട്ട് വന്നിരുന്നാലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ലായിരുന്നു. ഈ 60 വയസ്സ് കഴിഞ്ഞ ആൾക്കാരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കും മാഡം, നിങ്ങൾ ആദ്യമായിട്ട് ഏത് അമ്പലത്തിലാ പോയെന്ന്. അവർക്ക് ഓർമ്മയുണ്ടാവില്ല. പക്ഷെ ഒരു സെക്സ് പടം നല്ല ഓർമ്മയുണ്ടായിരിക്കും. അതിന് കോഡ് വേർഡും ഉണ്ട്, ഭക്തി സിനിമ എന്ന്. അച്ഛന്റെ അമ്മയുടെയും കല്യാണ ദിവസം ചോദിച്ചു നോക്ക് മാഡം, ഓർമ്മയുണ്ടാവില്ല. അതല്ലാതെ കാമുകന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിച്ചു നോക്ക്, ഓർമ്മയുണ്ടാവും. ജാതകത്തിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം കറക്റ്റ് ആയിട്ട് പറയും മാഡം. അത്രയ്ക്ക് ഓർമ്മശക്തിയാ അയാൾക്ക്. പരമേശ്വര, മാഡം, ഇവരെ കോർട്ടിൽ പ്രൊഡ്യൂസ് ശരി, ചെയ്തു. മാഡം. മാഡം, സണ്ണി ലിയോൺ ഒരു പുതിയ മലയാള സിനിമയിൽ അഭിനയിക്കുന്നെന്ന് കേട്ടു. സിനിമയുടെ ടൈറ്റിലിനേക്കാളും ടാഗ് ലൈൻ ആ സൂപ്പർ. നോട്ടത്തിൽ തന്നെ കുട്ടി ജനിച്ചു. ചിരിക്കാൻ പറ്റുന്നില്ല, വേദനിക്കുന്നു. ഇടിച്ച് പഞ്ചറാക്കിയില്ലേ ഈ ഒരു മാഡം. അമ്മായിമ്മയും മരുമകളും കൂടി വഴക്കിടുന്ന വീട്ടില് തൂങ്ങേണ്ട ബോർഡ് എന്താണെന്നറിയാമോ? നായകൾ ജാഗ്രത. നാളെ ഞങ്ങളുടേതായിരിക്കും ടിവിയിൽ വരുന്ന ബ്രേക്കിംഗ് ന്യൂസ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാ കോളേജിനു മുമ്പിൽ ഒരു ബോർഡും ഉണ്ടാവും. പെൺകുട്ടികളുണ്ട്, സൂക്ഷിക്കുക. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ. അമ്മ എന്നത് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതാണ്. പിതൃ വിവാഹം കഴിച്ചു കൊടുക്കുന്നത് വരെ, അധ്യാപകൻ മരിക്കുന്നത് വരെ. കൊലപാതകം ചെയ്ത ഞങ്ങളെ കാണാൻ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ മക്കൾ അച്ഛനമ്മയും മറന്നാലും അവരെന്തൊക്കെ തെറ്റ് ചെയ്താലും മക്കളോട് ക്ഷമിക്കും. മക്കൾ എത്രത്തോളം വളർന്നു വലുതായാലും ശരി, തെറ്റുകൾ അച്ഛനും അമ്മയും ക്ഷമിക്കാതിരിക്കുന്നു തോന്നുന്നുണ്ടോ? അച്ഛനും അമ്മയ്ക്കും ഇപ്പൊ ഞങ്ങളെ വേണ്ടാതായി. രാഷ്ട്രീയ ബലം കൊണ്ട് ജനങ്ങളാകെ മാറി. തീണ്ടായ്മ ഇന്ന് നിലനിൽക്കുന്നു. തീണ്ടായ്മയുള്ളവർക്ക് മരണം ഒരു പ്രശ്നമേ അല്ല. സ്കൂളിൽ കുട്ടികളെ അടിക്കാറുണ്ട്, അവരുടെ ഭാവിക്ക് വേണ്ടിയാണ്. ചില സമയം വഴക്കു പറയും, നല്ല ശീലങ്ങൾക്ക് വേണ്ടി. കുറച്ച് വളർന്നു കഴിയുമ്പോൾ അവരുടെ നന്മയ്ക്ക് വേണ്ടി പലതും പഠിപ്പിക്കാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്ന് തീരുമാനിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നിങ്ങളോടൊക്കെയുള്ള സ്നേഹം കൊണ്ട് എനിക്കൊരു പ്രാവശ്യം എല്ലാവരെയും കാണണമെന്ന് തോന്നി. അതിനാണ് ഞാൻ വന്നത്. എനിക്കിപ്പോഴാണ് സമാധാനമായത്.
കാല് വേദനിക്കുന്നു. ഒന്നും മിണ്ടാതെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ പോലീസുകാർ നിന്നെ ഇവിടുന്ന് വേഗം പറഞ്ഞേക്കും. നിന്റെ ഫ്രണ്ട്, ഐ മീൻ എന്റെ ഫ്രണ്ട് എങ്ങനെയുണ്ട്? സോറി ഫ്രണ്ട്, നിന്റെ മുഖത്ത് നോക്കി എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. എനിക്ക് കഴിയില്ല ഫ്രണ്ട്. പെൺകുട്ടികൾക്ക് ജീവൻ നൽകുന്നത് ഒരാൾ, മരണം വരെ സംരക്ഷിക്കുന്നത് മറ്റൊരാൾ. ഞാൻ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എന്റെ ജീവിതവും പോയനെ, ജീവനും പോയനെ ഫ്രണ്ട്. ആർക്കെന്ത് സംഭവിച്ചാൽ എനിക്കെന്താന്ന് കരുതുകയാണെങ്കിൽ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അവരെ അങ്ങനെയല്ലേ കരുതുള്ളൂ ഫ്രണ്ട്. 15 വയസ്സിന് ശേഷം കോളേജ്, 18 കല്യാണം, 20 കുട്ടികൾ, 40 വയസ്സിൽ ആന്റി, 50 മുത്തശ്ശി. ഇത് റുട്ടീൻ. എല്ലാവർക്കും ഇതൊക്കെ തന്നെയല്ലേ? ഇതിനിടയ്ക്ക് പ്രശ്നത്തിലായ ഒരു ഫ്രണ്ടിന് മറ്റൊരു ഫ്രണ്ട് കൈ കൊടുക്കുകയാണെങ്കിൽ ആ ജീവിതത്തിനൊരു അർത്ഥം ഉണ്ടാവും ഫ്രണ്ട്. ഒരുമിച്ചായിരുന്നു, ഇപ്പോഴും ഒരുമിച്ച് തന്നെയാ. മരണം വരെ ഉണ്ടാവണം, അല്ലെങ്കിൽ മരണത്തിലും ഒരുമിച്ചുണ്ടാവണം. ഇതാണ് ഫ്രണ്ട്സ്. ഇതല്ലേ ഫ്രണ്ട്ഷിപ്പ്? ആർക്കും കിട്ടില്ല ഇതുപോലത്തെ ഫ്രണ്ട്സ്. 7 ജന്മങ്ങൾ കഴിഞ്ഞാലും ഇവനോടുള്ള സ്നേഹം ഇല്ലാതാവില്ല. മറ്റൊരാളെ സ്നേഹിക്കാനും കഴിയില്ല. വേഗം മരിച്ചു പോകുന്നവർക്ക് മറ്റൊരു ജന്മം ഉണ്ടത്രേ. എനിക്ക് അങ്ങനെ ഒരു ജന്മം ഉണ്ടെങ്കിൽ ഒരു ചാൻസ്, ഒരേ ഒരു ചാൻസ് തരുമോ ഫ്രണ്ട്? നിങ്ങളുടെ മകന്റെ ഭാര്യയാവാൻ. എന്റെ ഫ്രണ്ടിന് ഭാര്യയായിട്ട് വരുന്നവൾക്ക് ഈ ഫ്രണ്ട് ആ ഫ്രണ്ടിന് വേണ്ടി കാത്തിരിക്കും. ഈ കാലഘട്ടത്തിന്റെ ഒരു മാറ്റം കണ്ടില്ല യൂറോണ്? സ്ത്രീകൾക്ക് ബഹുമാനം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ കാലത്തിൽ സ്റ്റുഡൻസ് ആയിട്ട് പോലും കൊലപാതകം നടത്തിയിട്ട് വന്നിരിക്കുന്നു. ഈ പെണ്ണുങ്ങൾ, സിറ്റിയിലുള്ള പെണ്ണുങ്ങളുടെ ലൈഫ് കണ്ടിട്ട് ഞങ്ങൾക്കും അവരെ പോലെ തന്നെ ജീവിക്കണമെന്ന് ആശിച്ച് ഏതാൺകുട്ടിയാണ് ഞങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കുക എന്ന് ചിന്തിച്ച് അതുപോലെ നല്ല ആൺകുട്ടികളെ വശീകരിച്ച് വലയിൽ വീഴ്ത്തുക എന്നത് ഈ നിൽക്കുന്ന പെൺകുട്ടികളുടെ റെഗുലർ പരിപാടിയാണ് യുവർ ഓണർ. അതുപോലെ തന്നെ ഈ നിൽക്കുന്ന 4 പെൺകുട്ടികളും ബേക്കറി നടത്തിക്കൊണ്ടിരുന്ന ഒരു നല്ല ആൺകുട്ടിയെ വലയിൽ വീഴ്ത്തി അവനെക്കൊണ്ട് തങ്ങൾക്ക് ആവശ്യമുള്ള പണം സമ്പാദിക്കാമെന്ന് വിചാരിച്ചിരുന്നു. കിട്ടാവുന്നതിന്റെ പരമാവധി അവൻ്റെ ഇത് മേടിച്ചു. ഇനി അവന്റെ കയ്യിൽ നിന്ന് ചില്ലിക്കാശും കിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ പരസ്പരം വാക്ക് തർക്കമുണ്ടായി. കോപം പൂണ്ട ഈ 4 പെൺകുട്ടികളും ചേർന്ന് എന്താ ചെയ്തേ? അവനെ കൊന്നുകളഞ്ഞു യുവർ ഓണർ. യുവർ ഓണർ, ഇതുപോലെ ക്രൂരത കാണിക്കുന്ന ആൾക്കാരെ സമൂഹം ഭയപ്പെടണം. ഇവർക്ക് മരണശിക്ഷ തന്നെ കൊടുക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. ഭാരതത്തിന്റെ സംസ്കാരത്തിൽ ഈ ഒരു കേസ് ഈ നാട്ടിലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരു പാഠമായിരിക്കാനായി അങ്ങ് തക്കതായ ശിക്ഷ തന്നെ ഇവർക്ക് കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഒരു നിമിഷം വെയിറ്റ് ചെയ്യ്. ഈ കേസിനെ കുറിച്ച് എന്താന്ന് വിവരിച്ചു പറയേ. ഗവൺമെന്റ് വക്കീൽ പറഞ്ഞത് നിങ്ങൾ 4 പേരും കേട്ടതാണല്ലോ. നിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ പ്രത്യേക വക്കീൽ വല്ലതും ഉണ്ടോ, അതോ നിങ്ങൾ തന്നെ കാര്യങ്ങൾ തുറന്നു പറയാൻ തീരുമാനിച്ചിരിക്കുകയാണോ? സാർ, വക്കീൽ സാർ പറഞ്ഞതുപോലെ ഞങ്ങൾ അത്തരത്തിലുള്ള പെണ്ണുങ്ങളല്ല സാറേ. സർ, ഈ കൊലപാതകം ഞങ്ങൾ വേണമെന്ന് വെച്ച് ചെയ്തതല്ല. ഈ കൊലപാതകം ഞങ്ങൾ സ്വയരക്ഷയ്ക്ക് വേണ്ടിയാ ചെയ്തത്. അത് തെളിയിക്കാൻ ഞങ്ങളുടെ കയ്യിൽ യാതൊരു പ്രൂഫും ഇല്ല. ഈ സംഭവം ഉണ്ടാവാനേ കാരണം ഞാനാണ് സാർ. വിവരിച്ചു പറയൂ. ഞാൻ എന്ത് തെറ്റാ സാർ ചെയ്തേ? പ്രണയിച്ചു, അത് തെറ്റാണോ? അതിന് അമ്മയായിക്കൊണ്ടൊരു ശിക്ഷയോ? ജനിക്കാൻ പോകുന്ന കൊച്ചിന് അച്ഛനായി നീയുണ്ടായിരിക്കണമെന്ന് പറഞ്ഞ് കാലിൽ പിടിച്ച് ഞാൻ കെഞ്ചി പറഞ്ഞു സാർ. കേട്ടില്ല. അവന്റെ ആഗ്രഹം സാധിച്ച് എന്നെ കൈവിട്ടു. ഏതെങ്കിലും പെൺകുട്ടികൾക്ക് ഇങ്ങനെ സംഭവിച്ചാൽ അവൾ സൂയിസൈഡ് ചെയ്യും. ഇല്ലെങ്കിൽ അവർ അബോർഷൻ ചെയ്തിട്ട് എന്റെ വിധി ഇതാണെന്ന് പറഞ്ഞ് എല്ലാം മറക്കും.
അല്ലെങ്കിൽ വാശിക്ക് ഇനി ഒരാളുടെ ജീവിതം നശിപ്പിക്കാൻ നോക്കും. അവൻ സുഖമായി കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്തിനു വേദനയോട് കഴിയണം സർ? നിർബന്ധിപ്പിച്ച് കൂടെയുള്ള ജീവിതം ശരിയാകുമോ സർ? പറ. പ്രണയിക്കുമ്പോഴും കിടന്നു കൊടുക്കുമ്പോഴുള്ള സ്നേഹം കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്താ സാർ ഇല്ലാത്തത്? എല്ലാ പെൺകുട്ടികളും നല്ലവരാണെന്ന് ഞാൻ പറയില്ല സർ. ചീത്ത സ്വഭാവമുള്ള പെൺകുട്ടികളും ഉണ്ട്. കാശിന് വേണ്ടി ഫോറിനിൽ സെറ്റിൽ ആവാൻ വേണ്ടിയും നമ്മുടെ വക്കീൽ സാർ ഇപ്പൊ പറഞ്ഞില്ലേ, അതുപോലെ ഒരുപാട് പെൺകുട്ടികളുണ്ട് സർ. പക്ഷെ ഞങ്ങളെ പോലത്തെ പെൺകുട്ടികൾക്ക് പ്രേമം എന്ന് പറയുന്നത് ജീവിതാവസാനം വരെ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് സർ. അതിലെന്തെങ്കിലും ഒരു കുറവുണ്ടായാലുണ്ടല്ലോ അഭിമാനമുള്ള ഏതൊരു പെണ്ണും സഹിക്കില്ല സർ. അങ്ങനെയെങ്കിൽ നാട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങളും റോഡിലിറങ്ങി ഇക്കാര്യം നമ്മളെ കൊണ്ട് മാത്രമേ സാധിക്കൂ എന്ന് പറഞ്ഞ് ഒരു കാര്യം ഇതുവരെ ചെയ്തിട്ടുമില്ല. ഇനി ഒരിക്കലും അങ്ങനെയൊന്നും നടക്കാനും പോകുന്നില്ല സർ. എന്തെന്നാൽ ഏത് പെണ്ണിന് എന്ത് സംഭവിച്ചാൽ അവർക്കെന്താ സർ? അവരവരുടെ വീട്ടിലെ സ്ത്രീകൾ സേഫ് ആയിരിക്കണം, അത് മാത്രമേ അവർ ചിന്തിക്കൂ. അത് മാത്രം. ഒരു പെൺകുട്ടി തന്നെ ആരെങ്കിലും റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് കൊടുത്താ അവളെ എൻക്വയറി ചെയ്യുന്നത് എങ്ങനെയായിരിക്കും അറിയോ സർ? എവിടെയായിരുന്നു, ആരാണ്, എവിടെ തൊട്ടു, എന്തൊക്കെ ചെയ്തു, നീ ആദ്യം തൊട്ടോ അതോ അവൻ ആദ്യം തൊട്ടോ, നീ ആദ്യം തുണി അഴിച്ചോ അതോ അവൻ ആദ്യം തുണി അഴിച്ചോ, എന്തൊക്കെ ചോദ്യങ്ങളാ. റേപ്പ് ചെയ്യുന്നതിനേക്കാളും വൃത്തികേടാണ് സർ ഈ എൻക്വയറി. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുക കോർട്ടിലേക്ക്. ഈ കേസ് ഒരു 15 വർഷം നടക്കും. അവളുടെ വയറ്റിലുള്ള കുഞ്ഞിനെ പ്രസവിക്കണോ വേണ്ടയോന്ന് പോലും തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിൽ എത്തിച്ചേരും സർ. ഒരു പെണ്ണിനെ റേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതേ ന്യൂസ് തന്നെ വീണ്ടും വീണ്ടും ഇട്ടുകൊണ്ട് മനുഷ്യനെ വെറുപ്പിച്ച് കളയും സർ. സൈക്കോളജിസ്റ്റും ഡോക്ടേഴ്സും വക്കീലും ഇങ്ങനെ സംസാരിച്ച് ഒരു വിധാക്കി കളയും. അവസാനം എന്താ? റേപ്പ് ചെയ്തവനെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇത് ഞങ്ങളുടെ ചാനലിന്റെ പബ്ലിസിറ്റി. അതോടെ പ്രോഗ്രാം എൻഡ്. അടുത്ത ദിവസം വേറെ ന്യൂസ്. പിന്നെ എന്താ സംഭവിക്കുന്നേ അറിയില്ല. ഒരു തെറ്റും ചെയ്യാത്ത പെൺകുട്ടികളുടെ മരണത്തിന് കാരണം മാതാപിതാക്കളാണ് സാർ. 1989 കുട്ടികളുടെ യൂണിഫോം മുട്ടിന് താഴെയായിരിക്കും സാർ. ഇപ്പോഴുള്ള കുട്ടികളാണെങ്കിൽ വളരെ ചെറിയ സ്കേർട്ട് വിട്ടുകൊണ്ടാണ് സ്കൂളിലേക്ക് വരുന്നത് സാർ. ഞങ്ങളെ പോലുള്ളവർ എന്ത് ചെയ്യണം സർ? ഒരു സൈക്കിളിലോ ഒരു സ്കൂട്ടറിലോ പെൺകുട്ടികൾ യാത്ര ചെയ്യുമ്പോൾ ചില സമയത്ത് ഇന്നർവെയർ പുറത്ത് കാണാറുണ്ട്. ഇത് ഡ്രസ് കോഡ്, ഇത് അനുവദിച്ച സ്കൂൾ. പേരൻസിന് ഇതിനെക്കുറിച്ച് യാതൊരു ചിന്തയില്ല. ഇതിനും നിയമത്തിനും യാതൊരു ബന്ധവും ഇല്ലെങ്കിൽ പിന്നെ കംപ്ലൈന്റ് എന്തിനു കൊടുക്കണം, കോടതിയിലേക്ക് എന്തിനു കൊണ്ടുവരണം? റേപ്പിസ്റ്റ്, സ്കൂള്, അച്ഛനും അമ്മയും അവർ തന്നെ ഒരു തീരുമാനം എടുക്കട്ടെ. ഇവിടെ ആർക്കും ഒന്നും വേണ്ട സർ. എല്ലാം പേരിനും പ്രശസ്തിക്കും വേണ്ടി. സ്ത്രീകൾക്ക് വേണ്ടി ഞാനുണ്ട്, ഞാൻ അവർക്ക് വേണ്ടി പ്രവർത്തിക്കും. എല്ലാം പറച്ചിലിൽ മാത്രം, ഒന്നും പ്രവൃത്തിയിൽ വരാറില്ല. ഞങ്ങളുടെ കാര്യം തന്നെ എടുത്തോളൂ. ആരാണ് വന്നത്? കാരണം ഞങ്ങൾ ഒരു കൊല ചെയ്തു. ആ കൊലപാതകം ഞങ്ങൾ എന്തിനു വേണ്ടി ചെയ്തു എന്ന് ഇതുവരെ ഞങ്ങളോട് ആരും ചോദിച്ചില്ല സർ. ഇതിന് കൊലയാണോ തീരുമാനം, വേറൊന്നുമില്ലെന്ന് എല്ലാവരും ചോദിക്കും. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചാൽ ആരും വരില്ല സാർ. വരണമെന്ന് ആവശ്യമില്ല. കുറെ ആളെ കൂട്ടിയിട്ട് സത്യാഗ്രഹം, സമരം, കൊടിപിടുത്തം ഇതൊന്നും നടത്തിയിട്ട് ഒരു കാര്യവുമില്ല സർ. എല്ലാവരും പോരാടുന്നൊന്നും ഞങ്ങൾ പറയില്ല സർ. ഞങ്ങളുടെ ഫ്രണ്ടിന് ഒരു അന്യായം സംഭവിച്ചപ്പോ ഞങ്ങൾ പോരാടുന്നു, അത്രേ ഉള്ളൂ. ഇന്നത്തെ കാലത്ത് ലവില് യാതൊരു പ്യൂരിറ്റി ഇല്ല. എല്ലാം ഒരു ഫാസ്റ്റ് ഫുഡ് പോലെയാ. രാവിലെ കെട്ടിപ്പിടിക്കും, ഉച്ചയ്ക്ക് ഉമ്മ വെക്കും, രാത്രി ഒരുമിച്ച് കിടക്കാം. ഇതാണ് സാർ ഇന്നത്തെ കാലത്തെല്ലാം. ഇപ്പൊ എനിക്കിതുപോലെ ഒരു പ്രശ്നം ഉണ്ടായി ഞാൻ കേസ് കൊടുത്തെന്ന് വെച്ചോ, ആ കേസ് തീരുമ്പോഴേക്കും എന്റെ കുട്ടി ജനിച്ച് 5ലോ 6ലോ പഠിക്കുന്നുണ്ടാവും. ഇതിനിടയ്ക്ക് അവൻ പല പെണ്ണുങ്ങളുടെ ജീവിതം നശിപ്പിച്ചിട്ടുണ്ടാവും. സാർ, ഞങ്ങൾ എല്ലാവരും സ്റ്റുഡൻസ് ആണ്, ഞങ്ങൾക്കൊന്നും അറിയില്ല. അതുകൊണ്ടാണ് സാറിനോട് ചോദിക്കുന്നത്. സാർ, കേസ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അത് 1 മാസം കൊണ്ട് തീർക്കില്ല. ഏത് കേസാണെങ്കിലും 1 മാസത്തിനകം കേസ് തീർക്കണമെന്ന് ആജ്ഞാപിക്കൂ സാറേ. നിയമം കയ്യിലെടുക്കണം സാർ. എന്തുകൊണ്ട് പറ്റില്ല? ഈ കൊലപാതകം സ്വാഭാവികമായി നടന്നതാണോ ഇല്ലയോ എന്നുള്ളത് അന്വേഷിക്കണം സാറേ. കൊല ചെയ്തത് ഞങ്ങളുടെ തെറ്റുകൊണ്ടാണെങ്കിൽ ആ കൊല ചെയ്തത് ഞങ്ങളാണെന്ന് ധൈര്യമായിട്ട് സമ്മതിക്കും. 2 ദിവസം കൊണ്ട് നിങ്ങൾ ഞങ്ങളെ ജയിലിൽ അടയ്ക്കൂ സർ? ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ഇതുപോലെ നടക്കുന്നില്ല. 2 ദിവസം കൊണ്ട് വധശിക്ഷ എങ്ങനെ നടപ്പിലാക്കുന്നത് നിങ്ങൾ തന്നെ ചോദിക്കുന്നു സർ. നമ്മുടെ ഈ രാജ്യത്ത് വധശിക്ഷ നടപ്പാക്കിയിരിക്കുന്നത് വെറും 50 പേർക്ക് മാത്രമാണ് സർ. മുംബൈയിൽ ബ്ലാസ്റ്റ് നടത്തിയവർക്ക് ശിക്ഷ കൊടുക്കാൻ 10 വർഷങ്ങൾ എടുത്തു. ഇതുപോലെ ഓരോരുത്തർക്കും 10 വർഷം എടുത്താ ഞങ്ങൾക്ക് ശിക്ഷ കിട്ടുമ്പോഴേക്കും 80ഓ 90ഓ വയസ്സാവും. എന്നിട്ട് ശിക്ഷ കിട്ടിയാൽ എന്താ, ഇല്ലെങ്കിൽ എന്താ? ഇന്നത്തെ കാലത്ത് കോടതി, കേസ്, ജയിൽ ഇതിനൊന്നും ആരും പേടിക്കില്ല സാറേ. ആർക്കും ഒട്ടും പേടിയില്ല. കാരണം എന്താന്ന് വെച്ചാൽ വീട്ടിൽ കിട്ടുന്ന എല്ലാ സുഖങ്ങളും ജയിലിൽ കിട്ടുന്നുണ്ടല്ലോ സാറേ. അതുകൊണ്ടാണ് ജയിലിൽ കണ്ട പേടി വരാത്തത്. ഇതുപോലെ നിയമം കയ്യിലെടുക്കുന്ന ഭാരതനാട്ടിൽ ജനിച്ച എനിക്ക് അഭിമാനം തോന്നുകയാണ്. ഇന്നു മുതൽ, ഇപ്പോൾ മുതൽ ഇതോടെ ഞങ്ങൾ കാരണം ഇതിനൊരു മാറ്റം ഉണ്ടാകട്ടെ. മാറ്റം ഉണ്ടാകുമോ സാർ? ഞങ്ങൾ പറഞ്ഞതെല്ലാം മാറ്റാൻ കഴിയുമോ? കോടതിയോട് ബഹുമാനം കാണിച്ച് വേണം സംസാരിക്കാൻ. ഞങ്ങൾക്ക് വധശിക്ഷ നൽകിയാലും ഞങ്ങളിപ്പോ റെഡിയാ സാർ. നിങ്ങൾ പറയുന്നത് മുഴുവനും കേട്ടോണ്ടിരിക്കാൻ സമയമില്ല. പറഞ്ഞത് മനസ്സിലായോ? സ്ത്രീകളുടെ കാര്യങ്ങൾ കോടതി പരിഗണിക്കുന്നുണ്ട്. വെറുതെ ഒച്ചവെക്കാൻ പാടില്ല. നിയമം പൊതുവായ കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇങ്ങനെ സംസാരിച്ചിട്ട് കാര്യമുണ്ടോ? എന്താ ശരിയല്ലേ?
തെറ്റ് ചെയ്തവർക്ക് വധശിക്ഷ നൽകണമെന്ന് നിയമപുസ്തകത്തിലുള്ളതാ. അത് വിധിപൂർവ്വം നടക്കുന്നുമുണ്ട് ഇവിടെ. നിങ്ങൾക്ക് പോകാം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ മരിക്കാൻ തയ്യാറാണ് സാറേ. മരണത്തിന് മുമ്പായിട്ടുള്ള അവസാനത്തെ ആഗ്രഹം ഒന്ന് നടപ്പിലാക്കി തരുമോ സാറേ? അതിന് കഴിയുമോ സാറേ? ഞങ്ങൾക്കൊരു ചെറിയ ആഗ്രഹമുണ്ട്, അത് നിറവേറ്റി തരുമോ സർ? നിങ്ങൾ ചോദിക്കേ. ചെയ്യാൻ കഴിയില്ലെന്ന് പറയരുത്. നിങ്ങളെ പോലൊരു ന്യായാധിപൻ പറഞ്ഞ വാക്കും പറഞ്ഞ തീർപ്പും ഒരിക്കലും മാറ്റാൻ ഇടവരുത്തരുത്. ഓക്കെ, ഓൾ റൈറ്റ്. ഇനി പറഞ്ഞോളൂ. ചെറിയൊരു ആശയാണ് സർ. ഒക്ടോബർ 2, 1869 ഗാന്ധിജി ജനിച്ചത്. 1947 ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടി സാറേ. 1948 ജനുവരി 3 ഗാന്ധിജി കൊല്ലപ്പെട്ടു. കുറെ ആളെ കൂട്ടിയിട്ട് സത്യാഗ്രഹം, സമരം, കൊടിപിടുത്തം ഇതൊന്നും നടത്തിയിട്ട് ഒരു കാര്യവുമില്ല സർ. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ തന്നെയല്ലേ സർ നടക്കുന്നത്? മരിച്ചത് 48, നോട്ട് വന്നത് 96. അങ്ങനെയെങ്കിൽ 48 വർഷങ്ങൾ വേണ്ടി വന്നു ഗാന്ധിജിയെ ഓർമ്മിച്ചെടുക്കാൻ. ഗാന്ധിജിക്ക് അപമര്യാദയും അഹിംസയും താല്പര്യമില്ലായിരുന്നു. ഇത് രണ്ടും നടക്കാതിരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം പരിശ്രമിച്ചത്. പക്ഷെ ഇന്ന് നമ്മളെല്ലാരും എന്താ ചെയ്യുന്നത് സർ? നേരം വെളുക്കുമ്പോൾ തന്നെ ആ 500 രൂപ നോട്ട് കൊണ്ടുപോയി വല്ല ചിക്കൻ കടയിലും കൊടുക്കും. അപ്പോഴും ഗാന്ധിജി ചിരിച്ചുകൊണ്ടേയിരിക്കും. വൈകുന്നേരം അതേ പൈസ വീണ്ടും ഏതെങ്കിലും ബാറിൽ കൊണ്ടുപോയി കൊടുക്കും. അപ്പോഴും അദ്ദേഹം ചിരിക്കും. സർ, ഗാന്ധിജിയുടെ ഫാൻസ് ആണ് സാറേ ഞങ്ങള്. അതുകൊണ്ട് ഞങ്ങളുടെ മരണത്തിന് മുമ്പായിട്ട് ഗാന്ധിജിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പിന്തുടർന്ന് മരിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം സാറേ. സർ, നിങ്ങൾ ഒരു 2000 രൂപയുടെ നോട്ട് തന്നാൽ ഞങ്ങൾ എല്ലാവരും കൂടി അത് ചെലവാക്കും. അത്രേ ഉള്ളൂ ഞങ്ങളുടെ ആഗ്രഹം. ഞാൻ ചോദിച്ചത് 2000 രൂപയുടെ നോട്ടാണ് സർ. 2000 രൂപയുടെ നോട്ട്. 2000 രൂപ ഇത് കണ്ടില്ലേ? 2000 രൂപയാ. നോക്ക്. സാറ് തരുന്ന ഈ 2000 രൂപയുടെ നോട്ടുണ്ടല്ലോ, ഇതും കൊണ്ട് ഞങ്ങൾ ഈ ചെന്നൈയുടെ മൂലയിൽ എവിടെ പോയാലും ജീവിക്കുക തന്നെ ചെയ്യും സാറേ. ഇത് എവിടെ വേണേലും ചെലവാക്കാം. ഇതങ്ങോട്ട് കൊടുത്തേ. സർ, ഗാന്ധിജിയുടെ ഫോട്ടോ ഇല്ലാത്ത 2000 രൂപയുടെ നോട്ട് ഉണ്ടെങ്കിൽ തരൂ സർ. ഗാന്ധിജിയെ എടുത്ത് മാറ്റിയിട്ട് ഞങ്ങൾക്ക് 2000 രൂപയുടെ നോട്ട് തരൂ. No, that's impossible. കുട്ടി, നീ പറയുന്ന ന്യായമൊന്നും വേറെ എവിടെ പോയാലും കിട്ടില്ല. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ തന്നെയല്ലേ സാർ നടക്കുന്നേ? പറഞ്ഞത് കേട്ടില്ലേ സാറേ? വാക്ക് തന്നതുപോലെ ഞങ്ങളുടെ ആഗ്രഹം നിറവേറ്റു. വേണമെങ്കിൽ നാളെ തന്നെ ഞങ്ങളുടെ വധശിക്ഷ നടപ്പിലാക്കൂ. നിങ്ങളോട് ഞാൻ പറഞ്ഞ അനാവശ്യ ചോദ്യങ്ങൾ വേണ്ടാന്ന്. ഈ കേസിനെ കുറിച്ച് തുറന്നു പറഞ്ഞാൽ ഈ കേസിനെ കുറിച്ച് പഠിച്ചിടത്തോളം കോടതിക്ക് പറയാനുള്ളത് ന്യായം മാത്രമാണ്. ഇതിൽ തെളിഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ കോടതി ന്യായമായ രീതിയിൽ നിങ്ങളുടെ മുമ്പിൽ വിവരിക്കാൻ പോകുന്നു. കുറ്റവാളിയുടെ വാദം പരിഗണിച്ചുകൊണ്ട് ഇതിന്റെ തീർപ്പ് എന്താണെന്ന് പറഞ്ഞാൽ, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എത്രയും വേഗം നശിപ്പിക്കാൻ പറ്റുമോ അത്രയും വേഗം നശിപ്പിക്കുക. ഈ നാട്ടിലുള്ള ന്യായം, ധർമ്മം, സത്യം ഇവകൾക്കെല്ലാം തന്നെ തീരുമാനം എടുക്കേണ്ടത് ജനങ്ങൾ മാത്രമാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിനാൽ ഈ കേസ് ഞാൻ ജനങ്ങളെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇനി പറയാനുള്ളത്, പിന്നെ വളരെ ബുദ്ധിപൂർവം ഈ കേസ് കൈകാര്യം ചെയ്ത ഈ പെൺകുട്ടികൾ നമ്മുടെ നാട്ടിലെ കറൻസിയില് മുകളിൽ കാണുന്ന മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ എന്നാണോ മാറ്റുന്ന ആ ദിവസം കഴിഞ്ഞാലുടൻ അതിവേഗം തന്നെ അപരാധം ചെയ്ത ഈ 4 പെൺകുട്ടികളെയും IPAC സെക്ഷൻ പ്രകാരം വധശിക്ഷ നൽകണമെന്ന് ഈ കോടതി ഉത്തരവിടുന്നു. ദിസ് കോർട്ട് ഈസ് ജഡ്ജ്. ഞങ്ങളുടെ രാജ്യം മഹത്തായ രാജ്യമാണ്.